മനസ്സിലാക്കാനോ ശ്രമിക്കുന്നത് വളരെ പരിമിതമായ ഒരു കാര്യമാണ്. വിശാലാർത്ഥത്തിൽ മതം ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയാകട്ടെ നിരവധി ഘടകങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായി വരുന്ന ഒന്നുമാണ്. ഇപ്പൊ ചില വലിയ മതചിന്തകര്, ദർശീനെ പോലെയുള്ള ചില മതചിന്തകര്, മതത്തെക്കുറിച്ച് ആലോചിച്ച സാമൂഹ്യ ചിന്തകര് 4-5 അടിസ്ഥാന ഘടകങ്ങൾ മതത്തിൽ കണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ആരാധനാരൂപങ്ങളെല്ലാം അതേ നിലയിൽ മതമല്ല എന്ന് നമുക്കറിയാം. മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പ്രാഥമിക ഘട്ടം മുതൽ മനുഷ്യർ പലതരത്തിലുള്ള ആരാധനകൾ കൊണ്ട് നടന്നിട്ടുണ്ട്. അവയെല്ലാം മതത്തിൻ്റെ പദവി നാം നൽകുന്നില്ല. ഇപ്പോൾ വൃക്ഷങ്ങളെ ആരാധിക്കുന്ന, പ്രകൃതിയെ ആരാധിക്കുന്ന ഒക്കെ സമ്പ്രദായങ്ങൾ ചരിത്രത്തിൽ മതത്തിനുമൊക്കെ വളരെ വളരെ മുമ്പേ ഉണ്ട്. അതിനെയൊന്നും നമ്മൾ മതമായി കാണുന്നില്ല. ഒരു മതം എന്നതിനെ ഏറ്റവും ചുരുങ്ങിയത് 4-5 ഘടകങ്ങളുടെയെങ്കിലും സംയോജിതമായ ഒരു ആകത്തുകയിലാണ് ഒരു മതം നിലനിൽക്കുന്നത് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. കർക്കീമിൻ്റെ ഒക്കെ നിരീക്ഷണത്തിൽ അത് പ്രധാനമാണ്. അത് 5 ഘടകങ്ങൾ, 5 ഞാൻ സാമർഥ്യമായി പറയുന്നതേ ഉള്ളൂ. സൂക്ഷ്മാർത്ഥത്തിലേക്ക് നോക്കിയാൽ വേറെയും നമുക്ക് കാണാൻ പറ്റും. അത് മതത്തിൻ്റെ തത്വശാസ്ത്രപരമായ ഉള്ളടക്കം മുതൽ മതത്തിൻ്റെ ദൈനംദിന ജീവിതം വരെയുള്ള വിവിധ ഘടകങ്ങളെ ചേർത്തിട്ടാണ്. ഒന്ന്, മതം എന്ന് പറയുന്നതിന് ഒരു ദൈവശാസ്ത്രപരമായ തലം അനിവാര്യമാണ്. അതായത് വ്യക്തിയും ദൈവവും തമ്മിൽ, മനുഷ്യനും ദൈവവും തമ്മിൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിലും, മനുഷ്യരും ഇതര മനുഷ്യരും തമ്മിലും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ചും മാനുഷികമായ ഉണ്മയുടെ പൊരുളെന്ത് എന്നതിനെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്ന ദാർശനികമായ ഒരു പരിപ്രേക്ഷ്യം മതങ്ങൾക്ക് അനിവാര്യമാണ്. അങ്ങനെ ഒരു പരിപ്രേക്ഷ്യത്തിൻ്റെ അഭാവത്തിൽ മതം ഒരു ഔപചാരിക ആരാധനാ രീതി എന്നതിനപ്പുറം മതത്തിൻ്റെ വിശാലമാന ഉള്ളതല്ല. ഈ ദൈവശാസ്ത്രപരമായ ഉള്ളടക്കമാണ് ഒരു നിലയ്ക്ക് മതത്തിൻ്റെ ഒരു തത്വവിചാരം എന്ന് പറയാം. മതത്തിന് അതിൻ്റെ ശാശ്വതമെന്നൊക്കെ ചിലരെങ്കിലും കരുതുന്ന ഒരു ഉള്ളടക്കം നൽകുന്നത് ഈ മതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ തലമാണ് എന്നും പറയാം. രണ്ടാമത്തെ ഒരു ഘടകം, ഒരുപക്ഷെ മതവിശ്വാസികളിൽ ഏറ്റവും കുറഞ്ഞു മാത്രം ആളുകൾ പിന്തുടരുന്ന ഒന്നാണ് മതത്തിൻ്റെ ദൈവശാസ്ത്ര തലം എന്നും നമ്മളിവിടെ കാണേണ്ടതുണ്ട്. മഹാഭൂരിപക്ഷം മനുഷ്യരും താങ്കളുടെ മതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ ഉള്ളടക്കത്തെക്കുറിച്ച് ധാരണയുള്ളവരല്ല. ധാരണയുള്ളവരാണെങ്കിൽ തന്നെയും തങ്ങളുടെ മതജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ ദൈവശാസ്ത്രപരമായ സങ്കല്പങ്ങളെ അവർ പിൻപറ്റാറില്ല. അതുകൊണ്ട് മതത്തിൻ്റെ ഒരു തത്വവിചാരത്തിൻ്റെ മണ്ഡലം, മതത്തിൻ്റെ ഒരു അക്കഡമിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ദൈവശാസ്ത്രം എന്നത്. ഇതിൻ്റെ മറ്റേ അറ്റത്ത് മതത്തെ നമ്മളൊരു സ്പെക്ട്രം എന്ന നിലയിൽ സങ്കല്പിച്ചാൽ, ഒരു വർണ്ണരാജിയായിട്ട് സങ്കല്പിച്ചാൽ, ഒരറ്റത്ത് അത് ദൈവശാസ്ത്രമാണെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റം മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ലോകമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ഏത് മതത്തിലെയും മഹാഭൂരിപക്ഷം മതവിശ്വാസികളെയും മതവുമായി കൂട്ടിയിണക്കുന്ന അടിസ്ഥാന ഘടകം ഈ ആചാരാനുഷ്ഠാനങ്ങളാണ് എന്ന് പറയാം. ദൈവശാസ്ത്രം ഏറ്റവും കുറഞ്ഞ നിലയിൽ മനുഷ്യർ പിൻപറ്റുന്ന ഘടകമാണെങ്കിൽ, മതഘടകമാണെങ്കിൽ, ആചാരാനുഷ്ഠാനങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന മതഘടകമാണ്. താൻ എങ്ങനെയാണ് ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് മഹാഭൂരിപക്ഷം മതവിശ്വാസികൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ തലത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ടറ്റങ്ങൾ മതത്തിൻ്റെ ഒരു ഭാവപരമായ അടിസ്ഥാനം, അതിൻ്റെ ഒരു ഉണ്മയുടെ ആധാരം എന്ന നിലയിൽ നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മതങ്ങളിൽ പ്രബലമായിട്ടുള്ള സ്ഥാപന രൂപങ്ങളാണ്. എല്ലാ മതങ്ങൾക്കും അതാതിൻ്റെതായ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് വിളിക്കാവുന്ന പ്രകൃതമുണ്ട്. അത് സന്യാസി മഠങ്ങളാകാം, അത് ആരാധനാലയങ്ങളാകാം, അല്ലെങ്കിൽ ആധുനിക ഘട്ടത്തിലാണെങ്കിൽ മതങ്ങൾ ഒരു സെക്യുലർ സ്പേസിലേക്ക് കടക്കാൻ തുടങ്ങിയതോടെ, മതജീവിതം സെക്യുലർ സ്പേസിലേക്ക് കടക്കുന്നതോടെ മതങ്ങളുടെ സ്ഥാപന സംവിധാനങ്ങൾക്ക് വലിയ മാറ്റം വരികയും അത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളോ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളോ ചികിത്സാ സമ്പ്രദായങ്ങളോ ഒക്കെ ആയിട്ട് മതങ്ങളുടെ സ്ഥാപന രൂപങ്ങൾ മാറുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഒരു സെക്യുലർ സമൂഹത്തിനകത്ത് മതങ്ങളുടെ
സാങ്കത്യത്തെ ഉറപ്പിച്ചെടുക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളിൽ ഒന്നായിട്ട് ഇന്ന് ഇത്തരത്തിലുള്ള സ്ഥാപന സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട്. അത് ആധുനിക പൂർവ്വഘട്ടത്തിലെ സ്ഥാപന സംവിധാനങ്ങളല്ല. ആധുനിക ഘട്ടത്തിലെ മതസ്ഥാപനങ്ങൾ സ്വയം സാധൂകരിക്കാൻ നിലനിർത്തുന്നത്, അവയുടെ നിലനിൽപ്പിന്റെ ആധാരമായിട്ടുള്ളതും ഇത്തരം ഘടകങ്ങൾ കൂടിയാണ്. എങ്കിലും ഞാൻ ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ്, മോഡേൺ ആൻഡ് പ്രീ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് മതങ്ങളുടെ ഒരു സ്ഥാപന രൂപം എന്ന് പറയുന്നത്. നാലാമതൊരു ഘടകം മതങ്ങളുടെ പൗരോഹിത്യ ജീവിതം. എല്ലാ മതങ്ങളും അതാതിൻ്റെ പുരോഹിത വൃത്തിയെ കൊണ്ട് നടക്കുന്നുണ്ട്. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് മതങ്ങളുടെ ദൈവശാസ്ത്രപരമായ ഉള്ളടക്കത്തെയും മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെയും, അതായത് മതങ്ങളുടെ തത്വശാസ്ത്രപരമായ ഒരു അമൂർത്ത മണ്ഡലത്തെയും ആചാരാനുഷ്ഠാനങ്ങളുടെ മൂർത്ത തലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനില പോലെയാണ് മതങ്ങളിൽ പൗരോഹിത്യം പ്രവർത്തിക്കുന്നത്. പൗരോഹിത്യമാണ് ഈ തത്വശാസ്ത്ര തലത്തെ, ദൈവശാസ്ത്ര വിചാരത്തെ കേവലമായൊരു അമൂർത്ത ആശയം എന്നതിന് പകരം ദൈനംദിന ജീവിത പ്രയോഗങ്ങളിലേക്ക് നിരന്തരം വ്യാഖ്യാനിച്ചും പരിഭാഷപ്പെടുത്തിയും അതിന് മൂർത്തമായ ചില നടത്തിപ്പുകൾ ഏറ്റെടുത്തും ഒക്കെ മതത്തിന്റെ ദൈവശാസ്ത്ര തലത്തെയും മതത്തിന്റെ ആചാരാനുഷ്ഠാന തലങ്ങളെയും കൂട്ടിയിണക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ദൈവശാസ്ത്രം, ആചാരാനുഷ്ഠാനങ്ങൾ, പൗരോഹിത്യം, സ്ഥാപന രൂപങ്ങൾ എന്നിങ്ങനെ 4 സവിശേഷ ഘടകങ്ങൾ നമുക്ക് മതജീവിതത്തിൽ കാണാം. ഇതുകൂടാതെ മതത്തെ സംബന്ധിച്ച് മറ്റൊരു സുപ്രധാന ഘടകം കൂടിയുള്ളത്, ഒരുപക്ഷെ കേരളത്തിൽ നാരായണ ഗുരുവൊക്കെ ഏറ്റവും പ്രധാനമായി മതത്തെ കണ്ട വഴി ഈ 4 ഘടകങ്ങളല്ല. അദ്ദേഹം കണ്ടത് മതങ്ങൾ ചില അടിസ്ഥാന തത്വങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. സനാതനങ്ങളായ തത്വങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നത് സമീപകാലത്ത് ചർച്ചയായ സനാതന ധർമ്മം എന്ന അർത്ഥത്തിലല്ല. അങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാനും ഗുരു സനാതന ധർമ്മത്തിന്റെ ആളാണ് എന്ന് വരുത്താനും ഒക്കെ ശ്രമം നടക്കുന്നുണ്ട്. ഗുരു സനാതനങ്ങളായ തത്വങ്ങളെന്നും പള്ളാത്തുരുത്തിയിൽ ചേർന്ന SNDP യോഗത്തിന്റെ 1927 വാർഷിക സമ്മേളനത്തിന് നൽകിയ സന്ദേശത്തിൽ സനാതന ധർമ്മം എന്ന വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും ഗുരു അർത്ഥമാക്കുന്നത് മതങ്ങൾ ചില അടിസ്ഥാനപരമായ നൈതിക മൂല്യങ്ങളെ നിലനിർത്തുന്നത്. ഒരുപക്ഷെ ഗുരുവിന്റെ ദർശനത്തിൽ മതസങ്കല്പത്തിന്റെ കാതൽ ഇതാണ്. ഇപ്പൊ ക്രിസ്തു മതം സ്നേഹമാണ് എന്ന്, ഇസ്ലാം സാഹോദര്യമാണ് എന്ന്, ബുദ്ധമതം കരുണയാണെന്ന്, വേദാന്ത ഹിന്ദുമതം ഏകമാണെന്ന്, അങ്ങനെ മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ ഒരു മൂല്യവ്യവസ്ഥയെ ഗുരു വളരെ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ഈ ഘടകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗാന്ധിയെ സംബന്ധിച്ചും പ്രധാനമാണ്, ഗുരുവിനെ സംബന്ധിച്ചും പ്രധാനമാണ്. ഒരുപക്ഷെ ഈ ഘടകത്തെയാണ് ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങളും ഈ ഘടകവും തമ്മിൽ ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം. ഞാൻ ഈ ആദ്യം പറഞ്ഞ ദൈവശാസ്ത്രമാകട്ടെ, ആചാരാനുഷ്ഠാനങ്ങളാകട്ടെ, പൗരോഹിത്യമോ സ്ഥാപന സംവിധാനങ്ങളോ ആകട്ടെ, മതങ്ങൾ തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ഒരു മതത്തിന്റെ ആചാരം വേറൊരു മതത്തിൻ്റെതല്ല. ഒരു മതത്തിന്റെ ദൈവശാസ്ത്രം, സ്ഥാപന രൂപം, പൗരോഹിത്യം ഇതൊന്നും മറ്റൊരു മതവുമായിട്ട് ഒത്തുപോകില്ല. അതുകൊണ്ട് മതങ്ങളെ വേറിട്ട ഉണ്മയിലേക്കും വേറിട്ട ഉള്ളടക്കത്തിലേക്കും കൊണ്ടുപോകുന്ന ഘടകങ്ങളാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ 4 ഘടകങ്ങൾ. എന്നാൽ മൂല്യവ്യവസ്ഥ എന്ന നിലയിൽ മതത്തിന്റെ നൈതികാധാരങ്ങൾ എന്ന് ഗുരുവൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു മൂല്യത്തിന്റെ സവിശേഷത എന്തെന്ന് വെച്ചാൽ അത് മറ്റൊരു മൂല്യത്തെ നിരാകരിക്കുന്നില്ല എന്നതാണ്. ഇപ്പൊ ഗാന്ധിയെ സംബന്ധിച്ച് മതങ്ങളെ അദ്ദേഹം ഹിസ്റ്റോറിക്കൽ റിലീജിയൻ എന്നും എറ്റേണൽ റിലീജിയൻ എന്നും തരംതിരിക്കുന്നുണ്ട്. ഈ ഹിസ്റ്റോറിക്കൽ റിലീജിയന്റെ ഹിസ്റ്റോറിസിറ്റിയുടെ ആധാരമായിരിക്കുന്നത് ഈ ആദ്യം പറഞ്ഞ ഘടകങ്ങളാണ്. ദൈവശാസ്ത്രവും ആചാരാനുഷ്ഠാനങ്ങളും സ്ഥാപന രൂപങ്ങളും പൗരോഹിത്യ സമ്പ്രദായവും ഒക്കെ ചേർന്നാണ് ചരിത്രപരമായ മതത്തെ രൂപപ്പെടുത്തുന്നത്. പക്ഷേ ചരിത്രപരമായ അവയുടെ ഉണ്മയ്ക്കുള്ളിൽ തന്നെ ചരിത്രത്തെ അതിവർത്തിക്കുന്ന, ഒരുപക്ഷെ സാർവത്രികമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു തലം മതജീവിതത്തിന് പ്രദാനം ചെയ്യുന്ന ഘടകമായിട്ടാണ് മതങ്ങളുടെ ഈ നൈതിക പ്രമാണങ്ങളെ, നൈതിക ആധാരങ്ങളെ പലരും പരിഗണിക്കുന്നത്. ഗുരു അങ്ങനെ കാണുന്നുണ്ട്. വേറെ പല മതചിന്തകരും ഈ കാഴ്ച ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്തുള്ളൊരു പ്രത്യേകത, ആദ്യം പറഞ്ഞ 4 ഘടകങ്ങളും അന്യോന്യം പ്രവർത്തക സ്വഭാവമുള്ളതാണ്. ഇതര മതങ്ങളെ ഒഴിവാക്കി അതാതിന്റെ സ്വത്വത്തെ മാത്രമായി ഉറപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ ഈ നൈതികമായ ഒരു മതപ്രമാണങ്ങളുടെ മണ്ഡലം പരസ്പരം ഒഴിച്ചു നിർത്തുന്നതല്ല, അന്യോന്യം പൂരിപ്പിക്കുന്നതാണ്.
അതുകൊണ്ട് ഒരു മതം മറ്റൊരു മതവുമായി നടത്തുന്ന അഭിമുഖീകരണത്തിൽ തിരസ്കാരത്തിന് പകരം പരസ്പര പൂരകത്വത്തിന്റെ ഒരു മണ്ഡലത്തിലേക്ക് മതങ്ങൾ പ്രവേശിക്കുന്നത് ഈ ഒരു ഘടകത്തെ മുൻനിർത്തിയാണ്. അതാണ് ഗുരു പലമത സാരവും ഏകം എന്ന് പറയുന്നത്. അത് മതത്തിന്റെ തന്നെ ഭവപരമായ ഒരു പുനർനിർവചനം കൂടിയാണ്. എന്താണ് മതം എന്നതിനെ ഒണ്ടോളജിക്കലി റീഡിഫൈൻ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി വാസ്തവത്തിൽ ആ സമീപനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സംഭാഷണ മധ്യമൊക്കെ പറയുന്നത് ക്രിസ്തുമതം സ്നേഹമാണ് എന്ന് പറയുന്നു, ഇസ്ലാം സാഹോദര്യമാണ് എന്ന് പറയുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? അതുകൊണ്ട് മതത്തെ ഞാൻ ഈ പറഞ്ഞ ദൈവശാസ്ത്രത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ആചാരക്രമങ്ങളുടെയും സ്ഥാപന സംവിധാനങ്ങളുടെയും തലത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഒരു മതം മറ്റൊരു മതത്തെ നിരാകരിക്കും. ഈ ഘടകങ്ങൾ എക്സ്ക്ലൂസീവാണ്, പുറന്തള്ളിക്കൊണ്ടേയിരിക്കും. അതേസമയം മതത്തെ ഒരു നൈതിക മൂല്യമായി പരിഗണിച്ചാൽ ഒരു മൂല്യം മറ്റൊരു മൂല്യത്തെ നിരസിക്കില്ല. സ്നേഹം കാരുണ്യത്തെ നിരസിക്കില്ല, കാരുണ്യം സാഹോദര്യത്തെ നിരസിക്കില്ല, സാഹോദര്യം സ്നേഹത്തെ നിരസിക്കില്ല, സ്നേഹം ഏകഭാവത്തെ നിരസിക്കില്ല. അതുകൊണ്ട് മതത്തെ അതിൻ്റെ ചരിത്രപരമായ നിലനിൽപ്പിന്റെ ആധാര ഘടകങ്ങളിലാണോ സാർവലൗകികമായ ഒരു മൂല്യവ്യവസ്ഥയിലാണോ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൽ മതചിന്തയിലുണ്ടായ ഏറ്റവും പ്രാമാണികമായ ഒരു ചോദ്യം. അത് മുമ്പുണ്ട്, പക്ഷേ ഗുരുവിലും ഗാന്ധിയിലും അതുപോലെ തന്നെ മതത്തെക്കുറിച്ചുള്ള ആധുനിക വിചിന്തനങ്ങളിലും ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതത്തെ ഭാവപരമായി തന്നെ ഒന്ന് പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയും അന്യോന്യം പ്രവർത്തകമായി നിൽക്കുന്ന മതസൂത്വത്തിൽ നിന്ന് മതത്തെ പരസ്പര പൂരകമായ ഒരു തലത്തിലേക്ക് മതത്തെ മാറ്റാൻ കഴിയുമെന്ന് ആലോചിക്കുക. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ചരിത്രപരമായ ഘടകങ്ങൾക്കെല്ലാം പുറത്ത് കേവലമായ ഒരു മൂല്യവ്യവസ്ഥയായിട്ട് മതം ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നിലനിന്നിട്ടുണ്ടോന്ന് ചോദിച്ചാലില്ല. അപ്പൊ നിലനിന്ന മതത്തെ നിരസിച്ച് ഭാവനാത്മകമായ ഒരു മതത്തെ സങ്കല്പിക്കുകയാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിമർശനം സാധ്യമാണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ മതത്തോട് സംവദിക്കാൻ ശ്രമിച്ച ഗുരുവിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ശ്രമം മതത്തെ അതിൻ്റെ സ്ഥലപരവും ചരിത്രപരവുമായ അടിസ്ഥാനങ്ങളിൽ കെട്ടിയിടാതെ മതത്തിന് സാർവലൗകികം എന്ന് വിളിക്കാവുന്ന ഉള്ളടക്കം നൽകാൻ കഴിയുമോ എന്നൊരാലോചനയാണ്. ഈ ആലോചനയിലാണ് മതം എന്ന് പറയുന്നത് മറ്റൊരു മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഒരു പക്ഷെ അംബേദ്കർ അവസാനം എത്തിച്ചേരുന്ന ഒരു പോയിന്റിൽ ഇതുണ്ട്. 1956 ഓഗസ്റ്റിൽ അദ്ദേഹം ആഗ്രയിൽ നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വിതൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അംബേദ്കറിൽ നിന്ന് സാധാരണ നിലയിൽ പ്രതീക്ഷിക്കാത്തൊരു വാക്യമാണ്. കാരണം 1920-കളിലും 30-കളിലും ഒക്കെ അദ്ദേഹം വെസ്റ്റേൺ റാഷണാലിറ്റിയുടെ ആശയാവലികളെ പിൻപറ്റിക്കൊണ്ട് അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, എഡ്യൂക്കേഷൻ ഇതിൽ കൂടിയൊക്കെ ഒരു ആധുനിക സമൂഹത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്നും അത് സഹജമായി മതത്തിന്റെ അതിർവരമ്പുകളെ, ജാതിബന്ധങ്ങളെ ഒക്കെ പൊട്ടിക്കും എന്നും കരുതുന്ന ഒരു കാലമുണ്ട്. എന്നാൽ 50-കളാകുമ്പോഴേക്കും ആ പൊസിഷനിൽ നിന്ന് അദ്ദേഹം മാറുകയും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, സെക്യുലർ ലോസ് ക്യാൻ ബി വയലേറ്റഡ് ബൈ എനിവൺ. ആരും ലംഘിക്കാവുന്നതാണ് സെക്യുലർ നിയമങ്ങൾ, എന്നാൽ മതപരമായ മൂല്യങ്ങൾ ലംഘിക്കപ്പെടില്ല. അതുകൊണ്ട് മതപരമായ ഒരു മൂല്യവ്യവസ്ഥയിലേക്ക് ഈ ധാർമ്മിക തത്വങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. അവിടെയും ഈ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് കേട്ടോ, റിലീജിയൻ ഓഫ് വാല്യൂസ് ആൻഡ് റിലീജിയൻ ഓഫ് റിച്വൽസ് എന്ന് പറഞ്ഞ് അദ്ദേഹം മതത്തെ വേർതിരിച്ച് കാണുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അംബേദ്കറിൽ പോലും അവസാനം മതമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില നൈതികമായ, അദ്ദേഹം ആദ്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ കുറിച്ചാണ് ധാരാളമായി സംസാരിച്ചത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പോലും പാശ്ചാത്യ ആധുനികത ഉണ്ടാക്കിയ ഒരു സെക്യുലർ സ്പേസിൽ മാത്രമായിട്ട് നിലനിൽക്കുകയെന്നും അത് മനുഷ്യന്റെ ഉണ്മയുടെ ആധാരമായ ഒന്നായി മാറണമെന്നും ഉള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിലുണ്ട്. മൈത്രി എന്ന ആശയത്തെ അദ്ദേഹം തന്റെ ചിന്തയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത് വ്യക്തി സ്വത്വത്തിന്റെയും മതത്തിന്റെയും ഭാവപരമായ ഒരു പുനർനിർവചനം കൂടി ലക്ഷ്യം വച്ചിട്ടാണ്. ഞാൻ പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിൽ മതത്തെക്കുറിച്ചുണ്ടായ ആലോചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അന്യോന്യമുള്ള പരസ്പര പ്രവർത്തകത്വത്തിന് പകരം അന്യോന്യമുള്ള ഒരു പൂരകത്വത്തിലേക്ക് മതത്തെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, മതം എന്നതൊരു മൂല്യവ്യവസ്ഥ എന്ന നിലയിൽ എങ്ങനെ പുനഃക്രമീകരിക്കാൻ പറ്റും എന്ന ചോദ്യങ്ങളാണ് ഈ ഘടകങ്ങൾ ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് മതമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 4 ഘടകങ്ങളോ 4-5 ഘടകങ്ങളോ സൂക്ഷിച്ചാലോചിച്ചാൽ ഇനിയും പല ഘടകങ്ങളും നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റും. അവയൊക്കെ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ആകത്തുകയിലാണ്
വാസ്തവത്തിൽ മതങ്ങൾ ചരിത്രത്തിൽ നിലനിൽക്കുന്നത് എന്നാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം മാത്രമായിട്ടോ ഒരു ഘടകത്തിനുള്ള സർവാധിപത്യം മാത്രമായിട്ടോ മതം നിലനിൽക്കില്ല. ഇന്ത്യൻ ആചാരമതത്തെ ഉറപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ശങ്കരാചാര്യർ. ബ്രാഹ്മണ്യത്തെയും അതിൻ്റെ ആചാരവ്യവസ്ഥയും ഒക്കെ അദ്ദേഹം വലിയ തോതിൽ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞെങ്കിലും ജാതിക്കെതിരായ ഒരു നിലപാട് ശങ്കരൻ എടുക്കേണ്ടായില്ല, നമുക്കറിയാം. എന്ന് മാത്രമല്ല, ബൗദ്ധമായ ഒരു പാരമ്പര്യത്തെ നിരസിക്കാനായി വളരെ താർക്കികമായിട്ട് അദ്ദേഹം അദ്വൈതത്തിന്റെ ഒരു ഏകതാ സങ്കല്പത്തെ അതിന്റെ മൂല്യത്തിനെതിരായ നിലയിൽ തിരിച്ചുവിട്ടു എന്നുമൊക്കെ ധാരാളമായിട്ട് വിമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്ത ശങ്കരന് പോലും തൻ്റെ ത്രിദോഷങ്ങളിൽ പെട്ടതായിട്ടാണ് അരൂപിയായ ദൈവത്തെ രൂപത്തിലും അപ്രമേയനായ ദൈവത്തെ പ്രമേയത്തിലും അനിർവചനീയനായ ദൈവത്തെ നിർവചനത്തിലും ഒക്കെ ഒതുക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ തന്നെ ത്രിദോഷമാണ് എന്ന് ശങ്കരൻ പറയുന്നുണ്ട്. അത് ദൈവശാസ്ത്രപരമായ സങ്കല്പങ്ങളും മതത്തിന്റെ അനുഷ്ഠാനവും തമ്മിലുള്ള വൈരുദ്ധ്യത്തോടുള്ള ഒരു മുഖാമുഖാണ്. അപ്പൊ ഈ ഘടകങ്ങളൊന്നും തമ്മിൽ 100% പൊരുത്തത്തിലല്ല നിലനിൽക്കുന്നത്. ദൈവശാസ്ത്രം ആചാരവ്യവസ്ഥയോട് ഇടയും ആചാരങ്ങൾ സ്ഥാപന സംവിധാനങ്ങളുമായിട്ട് ഇടയും. അങ്ങനെ മതമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ആകത്തുക, മതമെന്ന് പറയുന്നത് ഒരു സ്ഥിരമൂല്യങ്ങളുടെ ഒരു സംഘാതമൊന്നുമല്ല, സത്താപരമായ ഒരു ഏകതയുടെ പേരല്ല, മറിച്ച് ചരിത്രപരമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിന്റെ സംഘർഷങ്ങൾക്കുള്ളിൽപ്പെട്ട് ഉഴലുന്ന ഒരു വലിയ പ്രക്രിയയായിട്ട് നമുക്ക് മതത്തെ കാണേണ്ടതുണ്ട് എന്ന ഒരു കാര്യമാണ്. ഈ പ്രക്രിയ എങ്ങനെയാണെന്നുള്ളതും അത് ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെയാണ് നിലനിന്നത് എന്നതും അതതിനെ മുൻനിർത്തി പരിശോധിക്കണം. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഞാനിവിടെ മുന്നിലില്ല. ഞാനിതിനെ ബേസിക്കലി എസൻഷ്യലായ സത്താപരമായ ഒരു മതസങ്കല്പത്തിനെതിരെ ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയ്ക്കും ഒരു സംവാദവേദി എന്നോ കുറച്ചുകൂടി ശരിയായ വാക്കൊരു സംഘർഷവേദി എന്നോ ഒരു സൈറ്റ് ഓഫ് കണ്ടസ്റ്റ് എന്ന നിലയിൽ തന്നെ മതത്തിന്റെ ആഭ്യന്തര ജീവിതത്തെ കാണേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് മതപരമായ ഒരു ബോധ്യം മതപരമായ ബോധ്യങ്ങളിൽ നിന്ന് മാത്രം പൊട്ടിപ്പുറപ്പെടുന്നതല്ല. ഇപ്പോൾ ഗുരു തന്നെ രസമായിട്ട് പറയുന്നുണ്ട്, ഈ മതങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. എറ്റേണൽ വാല്യൂസ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ച് മെറ്റഫിസിക്കലല്ല, അതിഭൗതികമായ നിലവിൽ വന്നതല്ല. ഗുരു പറയുന്നത് ഹിംസ കലശനായിരിക്കുന്ന ഒരു സ്ഥലത്ത് അഹിംസ പ്രധാനമാക്കി, ശത്രുത പ്രധാനമായിരിക്കുന്ന ഒരു സ്ഥലത്ത് സ്നേഹം പ്രധാനമാക്കി. പക്ഷെ ശത്രുതയുടെ സന്ദർഭത്തിലാണ് സ്നേഹം ഒരു മൂല്യമായിട്ട് വരുന്നതെങ്കിലും ശത്രുത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്നേഹത്തിന് നിലനിൽക്കാൻ പറ്റും. അതായത് ഹിസ്റ്റോറിക്കലി എമർജ് ചെയ്തു വന്നൊരു വാല്യൂ ആണെങ്കിലും ഹിസ്റ്റോറിക്കലായ യൂണിവേഴ്സലായ എക്സിസ്റ്റൻസ് പോസിബിൾ ആണ്. ഇതാണ് ഈ മൂല്യങ്ങളൊരു പ്രത്യേകത. അത് ഉടലെടുക്കുന്നത് അതിഭൗതികമായിട്ടല്ല, ഒരുപക്ഷെ ചരിത്രപരമായിട്ടാണ്. സംഘർഷങ്ങളുള്ള ഒരു സമൂഹത്തിൽ സ്നേഹം വരുന്നു, അഹിംസയുള്ളൊരു സമൂഹത്തിൽ ഹിംസ കലശനായിരിക്കുമ്പോൾ അഹിംസ വരുന്നു. അങ്ങനെ ചരിത്രപരമായിട്ടൊരു മൂല്യം മതമൂല്യം ഉടലെടുത്താലും പക്ഷെ അത് ചരിത്രത്തിൽ തുടരുന്നത് ചരിത്രപരം മാത്രമല്ലാതെയാണ്. ഇത് മതത്തിനകത്തുള്ള ഒരു ഡയലക്റ്റിക്കാണ്. സത്താപരമായിട്ടല്ലാതെ സാമൂഹികമായി ചരിത്രപരമായി ഒരു മൂല്യം നിലവിൽ വന്നാലും ആ മൂല്യത്തിന് ഒരു കേവല പദവി കൈവരും. ഹിസ്റ്റോറിക്കലായി എമർജ് ചെയ്യുന്നു, അബ്സല്യൂട്ടായി എക്സിസ്റ്റ് ചെയ്യുന്നു. ഒരു അബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് പോസിബിൾ ആണ്. അതിന്റെ അർത്ഥം പക്ഷേ ഇത് മെറ്റാഫിസിക്കൽ ആണെന്നല്ല, ഇത് ഹിസ്റ്റോറിക്കലായിട്ട് ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഇങ്ങനെ ഒരു തലം ഈ മതമൂല്യങ്ങളിൽ ഉള്ളത് കൊണ്ട് അവയെ മുൻനിർത്തി വേണം മതത്തെ മനസ്സിലാക്കാൻ എന്നതാണ് മതത്തെ സംബന്ധിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല ചിന്തകന്മാരും വച്ച് പുലർത്തുന്ന ഒരു അടിസ്ഥാന വീക്ഷണം. ഗാന്ധിയുടെ മതജീവിതത്തെ മനസ്സിലാക്കുമ്പോഴും ഈ ഒരു കാഴ്ചപ്പാട് പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് മതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വളരെ സംഘർഷാത്മകമായ ഒരു മണ്ഡലാണ്, കേവലമായ ഒരു സ്ഥാപനം അല്ല. പൊതുവെ അദ്ദേഹം അക്കാലത്തെ എന്താ പറയാ മതപ്രയോഗത്തിന്റെ രീതികളെ പിൻപറ്റിയിട്ടുമില്ല. അദ്ദേഹം ക്ഷേത്രങ്ങളൊന്നും അങ്ങനെ സന്ദർശിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ആരാധനാലയങ്ങളെ മുൻനിർത്തുന്ന ആചാരങ്ങളെ മുൻനിർത്തുന്ന ഒരു മതത്തെ ഏറെയൊന്നും സ്വന്തം നിലയിൽ പാലിച്ചിട്ടും ഇല്ല. ഗാന്ധിയുടെ മതബോധത്തിലേക്ക് കടക്കുമ്പോൾ ഭിഖുപരേഖ് രസമായിട്ട് പറയുന്ന ഒരു കാര്യം, ഗാന്ധിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച ആളുകളിൽ ഒരാളാണ് ഭിഖുപരേഖ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ലണ്ടനിലെത്തുന്നത് വരെ ഗാന്ധിക്ക് ബേസിക്കലി സംസ്കൃതം ഒന്നും കാര്യമായിട്ട് അറിയുമായിരുന്നില്ല. അദ്ദേഹം ഭഗവത്ഗീത വായിച്ചിട്ടില്ല, അദ്ദേഹം ഉപനിഷത്തുകൾ വായിച്ചിട്ടില്ല, അദ്ദേഹം ഇതിഹാസ പുരാണങ്ങളൊന്നും വായിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യം വായിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഇർഫാൻ ഹബീബ് ഗാന്ധിയെ കുറിച്ച് എഴുതുന്ന പഠനത്തിൽ പറയുന്നത്,
ഗാന്ധിയുടെ ജീവിതബോധത്തിന്റെ രൂപീകരണത്തിന്റെ ആധാരം എന്താണ്? അത് പാശ്ചാത്യ ആധുനികതയ്ക്കുള്ളിൽ വികസിച്ചു വന്ന പാശ്ചാത്യ ആധുനികതയുടെ ആഭ്യന്തര വിമർശനങ്ങളായി വികസിച്ചു വന്ന ഒരു ആശയമണ്ഡലമാണ്. ഈ ആശയമണ്ഡലത്തിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കാർപ്പൻറ്ററെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹെൻറി തോറയെ പോലുള്ള ആളുകൾ, എമേഴ്സനെ പോലുള്ള ആളുകൾ, ജോൺ റസ്കിനെ പോലുള്ള ആളുകൾ, ടോൾസ്റ്റോയിയെ പോലുള്ള ആളുകൾ. ഇവരിൽ നിന്ന് ഒരു തരത്തിൽ ഗാന്ധി പാശ്ചാത്യ നാഗരികത എന്ന് വിളിച്ച വാസ്തവത്തിൽ വ്യാവസായിക മുതലാളിത്തത്തിന്റെ ജീവിതക്രമങ്ങളോടുള്ള കാൽപ്പനികവും മതാത്മകവും ഒക്കെയായ ഒരു വിമർശനത്തിന്റെ മണ്ഡലമാണ് വാസ്തവത്തിൽ ഇവര്. നിങ്ങളിപ്പോ ഹിന്ദു സ്വരാജ് വായിച്ചു നോക്കിയാൽ ഹിന്ദു സ്വരാജിൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രയത്നങ്ങളിലൊന്ന് ഹെൻറി കാർപ്പൻറ്ററാണ്, പിന്നെ റസ്കിനും ടോൾസ്റ്റോയിയുമാണ്. ഈ റസ്കിനും ടോൾസ്റ്റോയും കാർപ്പൻറ്ററും കുറഞ്ഞ അളവിൽ എമേഴ്സനും തോറോയും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ ആശയമണ്ഡലത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. ഇവര് ആരാണ്? ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ ചിന്തയ്ക്ക് ചിന്താചരിത്രത്തിലുള്ള സ്വാധീനം എന്താണ്? എളുപ്പം വേണമെങ്കിൽ നമുക്ക് ഇവരെ റൊമാൻറ്റിക്കുകൾ എന്ന് തള്ളിക്കളയാം. പക്ഷെ റൊമാൻറ്റിക്കുകൾ എന്ന സാമാന്യ അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. റൊമാൻറ്റിസിസത്തിന് തന്നെ ചരിത്രത്തിലൊരു സവിശേഷമായ ജ്ഞാനമൂല്യമുള്ളത് അത് വ്യാവസായിക മുതലാളിത്തം ഉണ്ടാക്കുന്ന ഒരു ജീവിതക്രമത്തോട് അതിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു വിമർശനം കൂടിയാണ്. അതിനുള്ളിൽ നിന്ന് തന്നെയെന്ന് ഞാൻ പറയാൻ കാരണം വ്യക്തികളുടെ സ്വതന്ത്രത, വ്യക്തികളുടെ അനന്യത എന്നതൊക്കെ ആധുനികതയും അതുപോലെ കാൽപ്പനികതയും ആഴത്തിൽ പങ്കുവയ്ക്കുന്ന ഒരു മൂല്യമാണ്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണെന്നും സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നതും എന്നും അവരെ പലതും ചങ്ങലയ്ക്കുള്ളിലാക്കുകയാണെന്നും റൂസോ പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യ വ്യക്തിയുടെ അനന്യതയെ കുറിച്ചുള്ള ഒരു ആധുനിക ധാരണയാണ്. കാൽപ്പനികത അത് ഷെയർ ചെയ്യുന്നുണ്ട്, കാൽപ്പനികതയിൽ അത് അടിസ്ഥാന ഘടകമായിട്ടുണ്ട്. പക്ഷേ ഈ അനന്യതയെ നിലനിൽക്കാൻ അനുവദിക്കാതെ പിന്നീട് ഹെർബർട്ട് മാർക്യൂസ് ഒക്കെ വൺ ഡയമെൻഷണൽ മാൻ എന്ന് പറയുന്ന ഏകമാനമായ ഒരു മാനുഷിക പ്രകൃതത്തിലേക്ക് മനുഷ്യരെ തള്ളി മാറ്റുന്ന കമ്പോളത്തിന്റെയും വിപണിയുടെയും മൂലധനത്തിന്റെയും യുക്തി മാനുഷികമായ ഉണ്മയുടെ തന്നെ ആധികാരികതയെ തടയുന്നു എന്നും മാനുഷികമായ ഉണ്മയെ തന്നെ അത് നിരാകരിക്കുന്നു എന്നുമുള്ള ഒരു കാഴ്ച വാസ്തവത്തിൽ ഇവരിലൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് മതത്തിന്റെ പദാവലികളിലും അല്ലെങ്കിൽ കാൽപ്പനികതയുടെ പദാവലികളിലും ഒക്കെയാണ് ഇവർ സംസാരിക്കുന്നതെങ്കിലും ഇവരുടെ വിമർശനത്തിന്റെ കേന്ദ്രത്തിൽ പാശ്ചാത്യ നാഗരികത എന്ന് ഗാന്ധി വിളിക്കുന്ന വ്യാവസായിക മുതലാളിത്തത്തോടുള്ള അതിൻ്റെ മൂല്യവ്യവസ്ഥയോടുള്ള ആഴമേറിയ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഈ വിമർശന സ്ഥാനത്തെയാണ് ഗാന്ധി തൻ്റെ ജീവിതബോധത്തിന്റെ കാതലാക്കിയത്. ഒരു ഫലപ്രീതി ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ നടത്തുന്ന വളരെ മൗലികമായ ഒബ്സർവേഷൻ, പാരമ്പര്യത്തിന്റെ പരിവേഷത്തിനുള്ളിൽ ആധുനികതയുടെ മൂല്യങ്ങളെയാണ് ഗാന്ധി അവതരിപ്പിച്ചത്. അതുള്ള പ്രധാനപ്പെട്ടതാണ്. ഗാന്ധി സംസാരിക്കുന്ന ഭാഷ മുഴുവൻ പാരമ്പര്യത്തിൻ്റെതാണ്. അദ്ദേഹം രാമനെ കുറിച്ച് പറയുന്നു, ഉപനിഷത്തിനെ കുറിച്ച് പറയുന്നു, ഗീതയെ കുറിച്ച് പറയുന്നു. ഈ പദാവലികളിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹം പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്? ഇപ്പൊ ഗീതയിൽ അദ്ദേഹം കണ്ടെത്തുന്ന മൂല്യങ്ങൾ ഭയങ്കര രസമുള്ള ഒരു കമന്റ് പറയുന്നത്, ഗീതയിൽ ഇല്ലാത്തതെല്ലാം ഗാന്ധി ഗീതയിൽ കണ്ടുപിടിച്ചു. ഗാന്ധി ഗീതയിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾ ഗീത വായിച്ചാൽ കാണുകയില്ല. അഹിംസയാണ് ഗീത എന്നീ പ്രപഞ്ചത്തിൽ പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ഗാന്ധിയാണ്. യുദ്ധം ചെയ്യാനായിട്ട് മടിയൊന്നും യുദ്ധം നിർത്തിപ്പോയ ഒരാളെ കൊണ്ട് ഈ കണ്ട കൊല മുഴുവൻ ജയിച്ചതാണ് ഗീത. അതിൽ നമ്മുടെ അമർത്യാസൻ പറയും, ഗീതയിൽ വാലിഡ് ആയിട്ടുള്ളത് കൃഷ്ണന്റെ ഉത്തരമല്ലാത്തതിന്റെ ചോദ്യമാണ്. നല്ല രസമുള്ള പറയാം. കാരണം ഈ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ കണ്ടവരെയൊക്കെ കൊന്നിട്ട് നേടുന്ന വിജയം കൊണ്ട് എന്ത് കാര്യം കൃഷ്ണ എന്നാണല്ലോ അർജുനൻ ചോദിക്കുന്നത്. സ്വജനം ഹി കഥം തത്വ സുഖിനസ്യാമ മാധവ, എന്ത് കാര്യം? അതിനുള്ള ഉത്തരമാണ് ഈ കർമ്മസിദ്ധാന്തമായിട്ടും വർണ്ണധർമ്മ സങ്കല്പമായിട്ടും സ്വധർമ്മ സിദ്ധാന്തമായിട്ടും ഒക്കെ മൂപ്പർ പറഞ്ഞുണ്ടാക്കുന്നത്. വ്യത്യാസം പറയുന്നത് പറഞ്ഞ ഉത്തരവൊക്കെ പാഴായിപ്പോയി, പക്ഷെ ചോദ്യം ബാക്കിയുണ്ട്. എന്ത് കാര്യം? എന്ത് കാര്യം? സുനിതാ വില്യംസ് തിരിച്ചു വരുന്ന അതേ ദിവസം കാലത്താണ് 406 കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊല്ലുന്നത്. ഒരേ ദിവസമാണ്. എന്ത് കാര്യം? ആ ചോദ്യം ചരിത്രത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഗീതയ്ക്കകത്ത് ഗാന്ധി കണ്ടെത്തിയത് എന്താണ്? അഹിംസ കണ്ടെത്തുന്നു, തൊഴിലിന്റെ അന്തസ്സ് കണ്ടെത്തുന്നു, മനുഷ്യർക്കിടയിലുള്ള സമത്വം കണ്ടെത്തുന്നു. ഇതൊന്നും ഭഗവത്ഗീതയിലില്ല കേട്ടോ. ഭഗവത്ഗീതയിലൊന്നുമില്ല. ഗാന്ധി വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ മാത്രമല്ല, ഉപനിഷത്തുകളിലും മറ്റു പലതിലും ഗാന്ധി കണ്ടെത്തുന്ന മൂല്യങ്ങളൊന്നും
വാസ്തവത്തിൽ അതിലുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് താൻ ആർജിച്ച ഈ ആശയപ്രപഞ്ചത്തെ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു സവിശേഷമായ ജീവിതബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുകയും ഇർഫാന്റെ പദാവലിയിൽ പാരമ്പര്യത്തിന്റെ പരിവേഷത്തിനുള്ളിൽ അദ്ദേഹം ആധുനികതയെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആധുനികത എന്ന് പറയുന്നത് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് അദ്ദേഹം വിളിക്കുന്ന മുതലാളിത്ത നാഗരികതയല്ല, മറിച്ച് അതിൻ്റെ ചില മൂല്യങ്ങൾ. ആധുനികതയെ നമ്മൾ ഇൻസ്ട്രുമെന്റലായിട്ടും ആധുനികതയെ അവബോധപരമായിട്ടും കാണാം. അതിൽ അവബോധപരമായ ഒരു ആധുനികതയിലാണ് ഗാന്ധിയുടെ വേരുകൾ എന്നാണ് ഇർഫാന്റെ വാദം. അത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. ഗാന്ധിയുടെ പല വീക്ഷണങ്ങളും അങ്ങനെയുമല്ല. ഗാന്ധി അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ആധുനികനോ ആധുനിക വിരുദ്ധനോ പാശ്ചാത്യനോ പാശ്ചാത്യേതരനോ ഒന്നും പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു ബൈനറികൾക്കകത്ത് നിൽക്കുന്ന ഒരു ഒന്നല്ല ഗാന്ധിയുടെ ചിന്ത. എങ്കിലും ഇർഫാൻ പറയുന്ന ഈ പോയിന്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ പാശ്ചാത്യ നാഗരികതയുടെ അഥവാ വ്യാവസായിക മുതലാളിത്തത്തിന്റെ മൂല്യവ്യവസ്ഥക്കെതിരെയുള്ള ടോൾസ്റ്റോയ് മുതൽ റസ്കിൻ വരെയും കാർപ്പൻറ്റർ മുതൽ ഹെൻറി തോറോ വരെയും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ വിമർശനങ്ങളെ സ്വാംശീകരിച്ച് അവയെ ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ പദാവലികളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ഗാന്ധി ചെയ്തത്. അതുകൊണ്ട് ഗാന്ധിയുടെ മതം എന്ന് പറയുന്നത് മതത്തിന്റെ ഒരു ഔപചാരിക യുക്തിയുടെ ആവിഷ്കാരമല്ല എന്ന് അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ എമേഴ്സണെ പിൻപറ്റിയിട്ടാണ് ഗാന്ധി തൻ്റെ ഈ നിലപാടുകളിലെ മാറ്റത്തെക്കുറിച്ച് ധാരാളമായിട്ട് പറയുന്നത്. ഗാന്ധി നിലപാടിൽ അങ്ങനെ ഉറച്ചു നിന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ രസമുള്ള ഒരു വാക്യം ഇതാണ്. എന്താണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ടു നടക്കുന്നില്ല. വാക്ക് ഹോബ്ഗോബ്ലിൻ വാക്കാണ് അത് എമേഴ്സന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. എമേഴ്സന്റെ കോട്ടാണ് അത്. ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. If I am true to myself from moment to moment, I do not mind the inconsistencies that may fall upon me. എന്നോട് സത്യസന്ധനായിരിക്കലാണ് പ്രധാനം, അല്ലാതെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല. പണ്ട് വിജയമാഷ് പറയും, ഒരാൾ 50 കൊല്ലമായിട്ട് ഒരേ കാര്യം തന്നെയാണ് പറയണമെങ്കിൽ അതിന് രണ്ടർത്ഥമേ ഉള്ളൂ. ഒന്നുകിൽ മൂപ്പർക്ക് ലോകമൊന്നും മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ മൂപ്പര് നാട്ടുകാരെ പറ്റിക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ചേഞ്ച്. അതിപ്പോൾ വലിയ മനുഷ്യരൊക്കെ ചെയ്യുന്നുണ്ട്. ഗാന്ധി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റത്തിന്റെ പ്രേരണയിൽ അദ്ദേഹം എമേഴ്സൺ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ഇങ്ങനെ മാറി വരുന്ന ഒരു മതബോധത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇപ്പൊ ഗാന്ധി ബൈബിള് വായിച്ചിട്ട് റസ്കിൻ വായിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഗീത വായിക്കുന്നത്. ഗീത തന്നെ അദ്ദേഹം വായിക്കുന്നത് മറ്റേ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനാണ് അദ്ദേഹം വായിക്കുന്നത്. സോങ് സെലസ്റ്റിയലാണ് അദ്ദേഹം വായിക്കുന്നത്. മറാത്തി അല്ല, സംസ്കൃതത്തിലോ അല്ലെങ്കിൽ മറ്റേ ഗുജറാത്തിയിലോ ഉള്ള ഗീതയല്ല അദ്ദേഹം വായിക്കുന്നത്. ഇംഗ്ലീഷ് പരിഭാഷയാണ് അദ്ദേഹം വായിക്കുന്നത്. അതിനെല്ലാം മുമ്പ് തന്നെ അദ്ദേഹം ഞാനീ പറഞ്ഞ വിമർശന ആലോചനകളുമായി ബന്ധപ്പെടുകയും അതിനെ തൻ്റെ ഒരു അവബോധ തലത്തിൽ സ്വാംശീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാൾ ടോൾസ്റ്റോയ് ആയിരുന്നു. ടോൾസ്റ്റോയുടെ ഒരു പുസ്തകം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഗ്രന്ഥത്തെ മുൻനിർത്തി ഗാന്ധി പറയുന്ന ഒരു കാര്യം, അതിൽ കാണുന്ന സ്വതന്ത്ര ചിന്തയും അഗാധമായ ധാർമ്മികതയും അതുപോലെ സത്യസന്ധതയും ലോകത്തെ മറ്റെല്ലാ മതചിന്തകളെയും നിസ്സാരമാക്കുന്നുണ്ട്. ഗാന്ധി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇൻഡിപെൻഡന്റ് തിങ്കിങ്, പ്രൊഫൗണ്ട് മൊറാലിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. അതിലെ സ്വതന്ത്ര ചിന്ത, അതിലെ അഗാധമായ ധാർമ്മികത, അതിലെ സത്യസന്ധത, ഈ 3 ഘടകങ്ങൾ അതിനെ ലോകത്തെ മറ്റെല്ലാ മതങ്ങളെക്കാളും മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നു എന്ന് ടോൾസ്റ്റോയുടെ ഈ പുസ്തകത്തെക്കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്. ഒരു പക്ഷേ മതത്തിന്റെ ആധാരമാകണമെന്ന് ഗാന്ധി കരുതിയ 3 കാര്യങ്ങളിലാണ്. അത് സ്വതന്ത്ര ചിന്തയ്ക്ക് ഉതകുന്നതാകണം, അത് ധാർമ്മികമാകണം, അത് സത്യസന്ധമായിരിക്കണം. ഈ 3 ഘടകങ്ങളാണ് ഗാന്ധി തൻ്റെ മതാവബോധത്തിന്റെ ഹൃദയമാക്കി മാറ്റിയത്. ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഇവിടെ പറയുന്നില്ല. ഗാന്ധിയെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നത് എ മാറ്റർ ഓഫ് കണ്ടക്ട്, നോട്ട് ബിലീഫ് എന്ന് പറയാം. വിശ്വാസമല്ല, പ്രവൃത്തിയാണ്. നിങ്ങളുടെ പ്രവൃത്തിയാണ് മതം, അല്ലാതെ നിങ്ങളുടെ ഒരാൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് മതത്തെ സംബന്ധിച്ച് തീർത്തും അപ്രധാനമാണ്. ഒരാൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് മതം. ഇത് ഗാന്ധിയുടെ ഇതിപ്പോൾ നമ്മൾ തീർത്തും ഉപേക്ഷിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആവുക. ഇത് ഇന്ത്യയിൽ
നിരന്തരം പരിശീലിച്ചൊരു കാര്യമാണ്. അദ്വൈതം രണ്ടില്ല എന്ന് പറയുക, എന്നിട്ട് ഇക്കണ്ട ജാതിയും ഇക്കണ്ട മതവിദ്വേഷവും ഇക്കണ്ട സാമൂഹിക വിരുദ്ധതയും ഒക്കെ സഹസ്രാബ്ദങ്ങളായിട്ട് കൊണ്ട് ഒരു പ്രയാസം ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നല്ലോ. നമ്മൾ എന്താ പറയുക, പൊളിറ്റിക്കൽ സയൻസിൽ PhD നേടിയതിനു ശേഷം ജാതി ശരിയാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഇപ്പൊ PhD എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇല്ല, MSc സുവോളജി പാസ്സായതിനു ശേഷം അർത്ഥവും കുറ്റമാണെന്ന് എഴുതിയ ആളുകൾ ജാഥ നടത്തിയതാണല്ലോ ഇത്. അപ്പൊ സുവോളജിക്ക് എന്ത് സംഭവിച്ചു? സുവോളജി അവിടെ ഇരിക്കുന്നു. പിന്നെ നാരായണൂര് പറഞ്ഞൊരു കഥയുണ്ട്. നാരായണൂരിനെ കാണാൻ ആലോചിച്ചിരുന്നു ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ചെന്നിട്ട് ഈ ജാതി ന്യായമാണെന്ന് അദ്ദേഹം ഗുരുവിനോട് സമർപ്പിച്ചു. ഗുരുവൊന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞ് ഈ പണ്ഡിതൻ തിരിച്ചുപോയി. തിരിച്ചു പോയപ്പോ ഗുരു തന്റെ ആശ്രമത്തിലെ കുട്ടികളോട് പറഞ്ഞു, പണ്ഡിതന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹം ഈ പുസ്തകം വെച്ച അലമാര പോലെയാണ്. പുസ്തകം വെച്ച അലമാരയുടെ ഗുണം സ്വഭാവം എന്ന് വെച്ചാൽ പുസ്തകത്തിൽ നിറച്ച് അലമാര നിറച്ച് പുസ്തകമാണ്, പുസ്തകം നിറച്ച അറിവാണ്. പക്ഷെ ഇതൊന്നും അലമാരക്ക് ബാധകമല്ല. അല്ലേ? പുസ്തകം അവിടെ ഉണ്ടാവും, പുസ്തകത്തിൽ അറിവുണ്ടാവും, അലമാര പുറത്ത് വേറെ ഉണ്ടാവും. വാസ്തവത്തിൽ നമ്മൾ ആധുനികരായത് ഈ ഒരു പ്രശ്നമുണ്ട്. ആധുനികതയുടെ അവബോധപരമായ അടിസ്ഥാനത്തെ ഏതാണ്ട് നിരാകരിച്ച് ആധുനികതയുടെ ഉപകരണപരമായ തലത്തെ സ്വാംശീകരിച്ച് ആധുനികതയ്ക്കുള്ളിൽ തന്നെ സ്കിസോഫ്രീനിക്കായ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിഭക്താവസ്ഥയുണ്ട്. ആധുനികത വളർന്നു മാറി നിൽക്കുകയാണ്. വീടിനകത്തും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ആധുനികത വിരുദ്ധതയുടെ എല്ലാ അടയാളങ്ങളും ഉണ്ട്. പുറത്താകട്ടെ സമ്പൂർണ്ണ ആധുനികരാണ്. 2-3 കാറുണ്ട്, വലിയ വീടുണ്ട്, ഈ പറയുന്ന എല്ലാ സാങ്കേതിക ശേഷികളുണ്ട്, മനസ്സിൽ നിറച്ച് ഞാൻ ഈ പറഞ്ഞെല്ലാം ഉണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നണില്ല. പ്രശ്നമുണ്ടെന്ന് തോന്നാത്തോളം പ്രശ്നമില്ലല്ലോ. ഒരു കാര്യം മനസ്സിലായില്ല എന്നുള്ളത് അത്ര പ്രശ്നമല്ല. മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല എന്നതുപോലെ ഈ വൈരുദ്ധ്യമുണ്ട്. അപ്പൊ ഈ ഗാന്ധിയെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നതിൽ ഈ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ഹൗ വൺ ലിവ്, നോട്ട് വാട്ട് വൺ ബിലീവ്. ഒരാൾ എന്ത് വിശ്വസിച്ചു എന്നുള്ളതല്ല, ഒരാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഗാന്ധി മതത്തിന്റെ ഒരാധാരമായി കണ്ടത്. ഗാന്ധിയുടെ മതദർശനത്തെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ വേഗം പറഞ്ഞു നിർത്താം. ഗാന്ധിയുടെ മതത്തിലേക്ക് നോക്കണമെങ്കിൽ വാസ്തവത്തിൽ ഗാന്ധിയുടെ ദൈവബോധത്തെ കാണും. എന്തിനാണ് ഗാന്ധി ദൈവമായി കണ്ടത്? പേഴ്സണൽ ഗോഡ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പേഴ്സണൽ ഗോഡല്ല, ഇൻപേഴ്സണൽ ഗോഡാണ് ശരി എന്ന് അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ട്. ഈ പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്നതിന് അദ്ദേഹം ആദ്യം കരുതിയിരുന്നത് അദ്ദേഹത്തിന്റെ 926 മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസ്താവന ഗോഡ് ഈസ് ട്രൂത്ത് എന്നാണ്. 26 ഗാന്ധി തിരിച്ചെടുക്കുന്നത്. ട്രൂത്ത് ഈസ് ഗോഡ് എന്നാക്കി. 26 ആ ഷിഫ്റ്റ് വരുന്നത്. ഇവിടെ സത്യം എന്ന് പറയുന്നത് നമ്മൾ കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലുള്ള കലപരിപാടിയൊന്നുമല്ല. ഗാന്ധിക്ക് വേറൊരു വാക്കില്ലാത്തത് കൊണ്ട് ഗാന്ധി ആ വാക്ക് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ലാർജർ സെൻസിൽ ഭിഖുപരേഖ് പറയുന്നത് ഗാന്ധിയുടെ സത്യത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോസ്മിക് സ്പിരിറ്റ് എന്നോ മറ്റോ വേണമെങ്കിൽ പറയാം, ഒരു പ്രപഞ്ച ചൈതന്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതാണ് സത്യം എന്ന് അദ്ദേഹം കരുതുന്നു. ഗാന്ധി അതിന് ആ സത്യം എന്നതിന് ഗാന്ധി ഒരു 4-5 അടിസ്ഥാന സ്വഭാവ വിശേഷങ്ങൾ ഈ സത്യത്തിന് ഗാന്ധി കൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കോസ്മിക് സ്പിരിറ്റ് എന്ന് പറയുന്നതിന് ഗാന്ധി കൽപ്പിക്കുന്നുണ്ട്. ഒന്ന്, അത് നോൺ എംബഡീഡ് കോൺഷ്യസ്നെസ് ആണ്. ഏതെങ്കിലും ഒരു വസ്തുവിൽ മൂർത്തരൂപം കൈവരിച്ച ഒന്നല്ല. അതായത് ദൈവരൂപങ്ങളിലോ വിഗ്രഹങ്ങളിലോ നമ്മുടെ ആചാരക്രമങ്ങളിലോ അങ്ങനെ നോൺ എംബഡീഡ് ആണ്. ഒരു വസ്തുവിൽ മൂർത്തഭാവം കൈവന്നതല്ല, അമൂർത്തമായ ഒരു പ്രാപഞ്ചിക തത്വമായിട്ടാണ് അദ്ദേഹം സത്യത്തെ കാണുന്നത്. 2, ഈ സത്യമാണ് ഒരുപക്ഷെ ഇന്ത്യൻ തത്വചിന്തയിലെ ഋതം എന്ന സങ്കല്പമുണ്ടല്ലോ, പ്രപഞ്ചത്തിന്റെ ആകമാനമുള്ള ചലനക്രമത്തെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടനയാണ് ഋതം എന്ന് പറയുന്നത്. ആ ഋതം പോലെ ഈ പ്രപഞ്ചത്തെ ആകമാനം നിർണ്ണയിക്കുന്ന ഒരു ആധാര തത്വം ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ എളുപ്പം മനസ്സിലാവാൻ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ ഒരു പ്രപഞ്ച നിയമത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ സത്യം എന്നാണ് ഗാന്ധി കരുതുന്ന രണ്ടാമത്തെ കാര്യം. അത് അനന്തമായ ഊർജമുള്ളതാണ്, അനന്തമായ പ്രവർത്തന ശേഷിയുള്ളതാണ് എന്നും അദ്ദേഹം കരുതുന്നുണ്ട്. അതാണ് മൂന്നാമതൊരു കാര്യം. 4, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതും ഈ അഗാധമായൊരു സത്യമൂല്യമാണ് എന്ന് ഗാന്ധി കരുതുന്നുണ്ട്. അത് വളരെ ഉദാരമാണ് എന്നും അദ്ദേഹം ബെനവലന്റാണ്. ഈ 5 ഘടകങ്ങൾ അദ്ദേഹം സത്യമൂല്യത്തിന്
സത്യത്തിന് മൂല്യം എന്ന നിലയിൽ അദ്ദേഹം അതിൻ്റെ സത്യസ്വഭാവങ്ങൾ എന്ന നിലയിൽ അദ്ദേഹം ആരോപിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് നോണെമ്പടിയിലാണ്, അതൊരു വസ്തുരൂപത്തിൽ തെളിയുന്നില്ല, അത് കേവലമായിട്ട് നിൽക്കുകയാണ്, ഒരു വസ്തു പ്രത്യക്ഷമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നില്ല. അതിന് ഒരു നിയാമകത്വമുണ്ട്, അത് സാർവത്രികമായ ഒരു നിയാമക സ്വഭാവം ഉള്ളതാണ്, അത് അനന്തമായ ഊർജത്തിൻ്റെ ഒരു ഉറവിടമാണ്, അത് നമ്മുടെ വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഘടനാപരമായി ക്രമീകരിക്കുന്ന ഒന്നാണ്, അത് ഉദാരമാണ്. ഈ സത്യത്തെയാണ് ഗാന്ധി ദൈവം എന്ന് പിന്നെ വിളിക്കുന്നത്. ദൈവം ഇതാണെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം സത്യം ദൈവമാണ് എന്ന നിലയിലേക്ക് 26 മുതൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറും. ഈ ദൈവത്തെ മുൻനിർത്തിയിട്ടാണ് ഗാന്ധിയുടെ മതം വരുന്നത്. ഗാന്ധി മതം എന്ന് കരുതുന്നതിൽ ഈ സത്യമാണ് അദ്ദേഹത്തിൻ്റെ മതാവബോധത്തിൻ്റെ അല്ലെങ്കിൽ മതദർശനത്തിൻ്റെ ആധാരം. അവിടെയാണ് അദ്ദേഹം 4 കാര്യങ്ങൾ മതത്തെ മുൻനിർത്തി പറയുന്ന ഒരു കാര്യം. മതവിശ്വാസം പരിഗണിക്കുന്നത് എന്തിനാകണം? മതത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന് നിങ്ങളുടെ ഒരു മതാവബോധത്തിൻ്റെ പരിഗണനാ വിഷയം ഏത് തരത്തിലുള്ളതാണ്? ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഔട്ട്സൈഡ് റീസൺ ആൻഡ് ഒബ്സർവേഷൻ. നമ്മുടെ കേവല യുക്തിക്കും നമ്മുടെ കേവലമായ പരിശോധനയ്ക്കും അപ്പുറമുള്ള ഒന്നിനെ കുറിച്ചാണ് മതം അന്വേഷിക്കുന്നത്. അതായത് മതത്തിന് അടിസ്ഥാനപരമായി ഭൗതികേതരമെന്നോ അതിഭൗതികമെന്നോ ചരിത്രേതരമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു മണ്ഡലത്തോട് തൻ്റെ ഉണ്മയുടെ തന്നെ അകപ്പൊരുളിനെ കുറിച്ചുള്ള ഒരു മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ്. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മൂല്യപരിശോധന അത് മതത്തിൻ്റെ പ്രശ്നമല്ല എന്നാണ് ഗാന്ധി കരുതുന്നത്. അദ്ദേഹം അത് പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് റീസൺ. ഭൗതിക ജീവിതത്തിൽ നമ്മൾ കാണുന്ന ജീവിതത്തിൻ്റെ യുക്തിപരമായ ഘടകങ്ങൾക്ക് മതം എതിരാണെങ്കിൽ മതത്തെ വിട്ടേക്കണം. അല്ലാതെ അയുക്തികതയുടെ ഒരു ആഘോഷമായി ജീവിതത്തെ മാറ്റാൻ മതത്തെ അദ്ദേഹം ആശ്രയിക്കുന്നേയില്ല. അത് നമ്മുടെ ദൈനംദിനത്തിനും നമ്മുടെ യുക്തിബോധത്തിനും പുറത്തുള്ള അതിഭൗതികം എന്ന് വിളിക്കാവുന്ന ഒരു തലത്തോടുള്ള മാനുഷികമായൊരു മുഖാമുഖത്തിൻ്റെ തലമായിട്ടാണ് മതത്തെ ഗാന്ധി കാണുന്നത്, അല്ലാതെ ഈ പറയുന്ന ദൈനംദിനത്തിൻ്റെ ആവിഷ്കാരമല്ല. അതുപോലെ അദ്ദേഹം കാണുന്ന ഒരു കാര്യം ഫെയ്ത്ത് ആസ് എ ലീപ്പ് എന്നാണ്, ഗോയിങ് ബിയോണ്ട്, ഒരു കടന്നു നിൽക്കലാണ്. ഒരു പക്ഷേ കിർക്കഗോറൊക്കെ പിന്നീട് വിശ്വാസം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ക്വാണ്ടം ലീപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് ഉണ്മയുടെ ഉള്ളിലെ വലിയൊരു പിളർപ്പിനെ മറികടക്കാൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കുതിച്ചയാട്ടെന്ന് അസ്തിത്വ ചിന്തയെ മുൻനിർത്തിയൊക്കെ കിർക്കഗോർ പറയുന്നുണ്ട്. ഗാന്ധിയിലെ ഏതാണ്ട് ആ ഒരു സൂചനയുണ്ട്, ഒരു ലീപ്പാണ്, ഒരു കുതിച്ചയാട്ടാണ്. ആ കുതിച്ചയാട്ടം നമ്മുടെ അതായത് ദൈനംദിനത്തിനപ്പുറത്തേക്ക് മാനുഷികമായ ഉണ്മയ്ക്ക് ആഴം നൽകുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അദ്ദേഹം മതത്തെ കാണുന്നത്. 4ാമത്തെ ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് അത് പക്ഷെ അത് അനുഭവനിഷ്ഠമായിരിക്കണം. മതം അനുഭവനിഷ്ഠമായിരിക്കണം. ഇത് നിങ്ങളെ സ്പർശിക്കണം, നിങ്ങളുടെ അനുഭവത്തിൽ പ്രവർത്തിക്കണം. അതല്ലാതെ തത്വവിചാരമായിട്ട് മതം മാറും. ഒരുപക്ഷെ ആ മതം ഇത്രയും ഹിംസാത്മകമായ മാനം മതം കൈവരിച്ചത് മതത്തെ നിങ്ങൾക്ക് തത്വവിചാരമായിട്ട് നിലനിർത്താനും ജീവിതത്തെ വേറൊരു നിലയിൽ കൊണ്ടുപോകാനും ഒരു പ്രയാസമില്ല എന്നുള്ളതാണ്. അതായത് അദ്വൈതം പ്രപഞ്ചത്തിൽ മുഴുവൻ ഈശ്വരനാണ്, നമുക്ക് സ്നേഹമാണ് ക്രിസ്തു എന്ന് പറഞ്ഞ മതം തന്നെയാണ് ദുഷ്യന്തം നടത്തിയിരിക്കുന്നത്. ദുർമന്ത്രവാദികളെ വേട്ടയാടിയത് അല്ലെങ്കിൽ ഇൻക്വിസിഷൻ നടത്തിയത്, സാഹോദര്യം എന്ന് പറഞ്ഞിട്ടാണ് ഷിയാസുന്നി യുദ്ധം തുടങ്ങി. ഏതു മതവും അതിൻ്റെ അടിസ്ഥാന മൂല്യത്തിന് എതിരായിട്ട് ചരിത്രത്തിൽ ജീവിച്ചതിൻ്റെ എത്രയെങ്കിലും തെളിവുകളാണ്. അതുകൊണ്ട് മതമെന്ന് പറയുന്നത് ഈ ഒരു മൂല്യത്തിൻ്റെ താത്വികമായ ഒരു തലമല്ല. നാരായണഗുരു ഒരു രസമുള്ള നിരീക്ഷണം പറയുന്നുണ്ട്. നാരായണഗുരു നമ്മുടെ ജഗതിസ്വാമി ഗുരുവിനെ പലപ്പോഴും വിമർശിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ വിമർശനങ്ങളിൽ ചിലത് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് ഗുരു അങ്ങനെ നിശ്ചിതമായിട്ടൊന്നും പറയില്ലല്ലോ. ഒരു വാക്യം പറഞ്ഞത് ചട്ടക്ക് വലിയ പണ്ഡിതനാണ്, അത്രയേ ഉള്ളൂ. വലിയ പണ്ഡിതൻ. പണ്ട് മാർക്സ് ഇതുപോലെ ഇങ്ങനെയൊന്നും ഒരു രസമുള്ള വാക്യം മാർക്സ് പറയുന്നുണ്ട്, മാനവരാശിയുടെ വേദന കണ്ടില്ലെന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഒരു പ്രൊഫസറായിരുന്നു. ധാരാളം പ്രൊഫസർമാരിക്കണമെന്ന് ഓർക്കാവുന്ന ഒരു വാക്യമാണ്.
ഈ അനുഭവമൂല്യത്തിൽ വേര് പിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മതം കൊണ്ടൊരു കാര്യമില്ല. ഇത് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. അതുകൊണ്ട് ഈ 4 ഘടകങ്ങൾ, വിശ്വാസം മതം എന്ന നിലയിൽ ശരിയാവണമെങ്കിൽ, ഒന്ന്, അത് നമ്മുടെ യുക്തിബോധത്തിന് പുറത്തുള്ള ഒരു മണ്ഡലത്തേക്കാണ് അത് നീങ്ങുന്നത്. 2, യുക്തിക്കെതിരായ ഒന്നും മതത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൂടാ, യുക്തിവിരുദ്ധമായ ഒന്നും. അതുകൊണ്ട് ഗാന്ധി ഇപ്പോ അക്കാലത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നല്ലോ ഈ മഹാഭാരതം ഹിസ്റ്റോറിക്കലാണ്. ഗാന്ധി പറഞ്ഞു മൊത്തം കഥയാണ്. ഗാന്ധിക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല, ഇത് മൊത്തം കഥയാണ്. മനുഷ്യൻ മനസ്സിലെ ധർമാധർമ്മ സംഘർഷത്തെ പ്രതീക രൂപത്തിൽ ആവിഷ്കരിക്കുന്നുണ്ടല്ലാതെ മഹാഭാരതത്തിൽ ഒരു ചരിത്രം ഇല്ല എന്ന് ഗാന്ധിക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തിന്റെ പ്രശ്നം ഇതൊന്നുമല്ല. ഇപ്പൊ മഹാഭാരതത്തിലെ കൃഷ്ണൻ എന്നെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു കണ്ടുപിടിക്കലൊന്നും മതത്തിന്റെ പ്രശ്നമേ അല്ല. അതെല്ലാം മതത്തിന് പുറത്തുള്ള, അതാ ഗാന്ധി പറയുന്നത്. യുക്തിക്കെതിരായിട്ട് എന്ത് വരുന്നു അതൊന്നും മതമല്ല. യുക്തിയുടെ മണ്ഡലത്തിലേ അല്ല മതം നിൽക്കുന്നത്, അതിനപ്പുറമുള്ള ഗോയിങ് ബിയോണ്ട് എന്ന് പറയുന്ന ഒന്നിലാണ് മതം നിൽക്കുന്നത്. അത് അനുഭവമൂല്യമുള്ള ഒന്നായി മാറണം. ഈ 4 കാര്യങ്ങൾ മതത്തെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ പ്രധാന വീക്ഷണങ്ങളിൽ പെടുന്നുണ്ട്. ഒപ്പം തന്നെ ദൈവത്തിന് 2 തലങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിവിടെ കുറച്ചുകൂടി പ്രധാനമാണ്. അതായത് ദൈവം എന്ന് പറയുന്നത്, വ്യത്യസ്ത മതങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ മതങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ഇംപേഴ്സണൽ ഡൊമൈൻ ഓഫ് എക്സ്പീരിയൻസ്, സാമാന്യവും വ്യക്തിനിരപേക്ഷവുമായ ഒരു അനുഭവമണ്ഡലം എല്ലാ മതങ്ങളിലും ഉണ്ടെന്നും ഈ അനുഭവ മണ്ഡലത്തിന്റെ സവിശേഷമായ ആവിഷ്കാരമാണ് ഭിന്ന ഭിന്ന മതങ്ങളിൽ തെളിയുന്നത്. ഏതാണ്ട് ഗുരുവിന്റെ പൊസിഷനിലേക്ക് ഇത് വരുന്നുണ്ട്. അതായത് അദ്ദേഹം ഗാന്ധിയുടെ മുന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മതത്തിന്റെ കാതലായി തെളിയുന്ന മൂല്യം അത് മനുഷ്യപ്രകൃതത്തിന്റെ ഒരംശമാണ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ആകമാനം മനുഷ്യനല്ല, മനുഷ്യനിൽ പക്ഷെ സ്നേഹമുണ്ട്. അതുകൊണ്ട് പെർസോണിഫിക്കേഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ എക്സ്പീരിയൻസ്, കോമൺ ഷെയർഡ് എക്സ്പീരിയൻസ്, അതിന്റെ പെർസോണിഫിക്കേഷൻ ആയിട്ടാണ് ഒരു മതം വരുന്നത്. ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ഒരു മതം വേറൊരു മതത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലാണ് ഈ കോമൺ സ്പേസ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ കോമൺ സ്പേസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പെർസോണിഫിക്കേഷൻ എന്ന നിലയിൽ വരുന്ന മതത്തിൽ ഒന്നിൽ സ്നേഹമായിട്ടും മറ്റൊന്നിൽ സാഹോദര്യമായിട്ടും ഇനിയൊന്നിൽ കരുണയായിട്ടും മതം തെളിയുന്നു. അതുകൊണ്ട് പേഴ്സണൽ ഗോഡ്സ് എന്ന് പറയുന്നത് ഈ യുണീക്കായ പെർസോണിഫിക്കേഷനാണ്. അതിന്റെ പിന്നിലുള്ള മതപരമായ ഒരു സാർവത്രികതയെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അതാണ് ഗോയിങ് ബിയോണ്ട്. അതുകൊണ്ട് മതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യക്ഷീഭവിച്ച വസ്തുരൂപത്തിൽ നിങ്ങൾക്ക് കൈവന്ന മണ്ഡലത്തിൽ നിൽക്കലല്ല, ആ മണ്ഡലത്തെ മാനിച്ചുകൊണ്ട് തന്നെ അതിനെ മറികടക്കലാണ്. ഈ മറികടക്കലാണ് വാസ്തവത്തിൽ റിലീജിയസ് എക്സ്പീരിയൻസ്. അല്ലാതെ ഈ വസ്തുരൂപം കൈവന്ന വസ്തുരൂപത്തിലേക്കോ അല്ലെങ്കിൽ വ്യക്തിരൂപങ്ങളിലേക്കോ മനുഷ്യന് മതത്തെ അറിയുന്നുണ്ട്. വാസ്തവത്തിൽ ഗാന്ധി വളരെ രസമുള്ള ഒരു പൊസിഷൻ എടുക്കുന്നുണ്ട്. ഗാന്ധി പറയുന്നത് എത്ര മനുഷ്യരുണ്ടോ അത്രയും മതങ്ങളുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ മതാനുഭവം മറ്റൊരു വ്യക്തിയുടെ മതാനുഭവമല്ല. ഒരു വ്യക്തിയുടെ മതാനുഭവം അതേപടി മറ്റൊരു വ്യക്തിക്കില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പൊതുമതത്തിലാവുന്നു? നിങ്ങൾ എങ്ങനെ പൊതുമതത്തിലാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതാനുഭൂതികൾക്കുള്ളിലുള്ള കോമൺ എലമെന്റിനെ ചേർത്ത് വെച്ച് നിങ്ങൾ ഒരു മതമാണെന്ന് വിശ്വസിക്കുക. അത് ഏതാണ്ട് ഈ മിഖായേൽ ബെക്തിൻ ഈ അട്രൻസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഓരോ ഉരിയാട്ടവും വേറെയാണ്, പിന്നെ എങ്ങനെ ഒരു വാക്കാവുന്നു? ഇതിലുള്ള സാമാന്യങ്ങളെ ചേർത്ത് വെച്ച് ഒരു വാക്കെന്ന് സങ്കല്പിക്കുന്നു. വാസ്തവത്തിൽ ഓരോന്നിലും സവിശേഷമാണ്. ആ സവിശേഷത്തെ വിട്ടിട്ട് സാമാന്യത്തിൽ നിന്ന് നമ്മൾ അതിനെ വാക്കാക്കി മാറ്റുന്നു, അതിനെ അർത്ഥമാക്കി മാറ്റുന്നു. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞ വാക്കല്ല നിങ്ങൾ പറഞ്ഞ വാക്ക്, അതേ വാക്ക് തന്നെ നിങ്ങൾ പറയുന്നുള്ളൂ. ഇത് എഡിറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം എനിക്ക് എന്താന്ന് പറയുന്നുണ്ടോ? ഈ വലിയൊക്കെ അങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന അതേ വാക്ക് തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ ടോണൽ എഫക്റ്റ് വേറെയായിരിക്കും, ഇൻറ്റോണേഷൻ വേറെയായിരിക്കും, അതിൽ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന വികാരമണ്ഡലം വേറെയായിരിക്കും, സ്വീകരിക്കപ്പെടുന്ന മണ്ഡലം വേറെയായിരിക്കും. അതുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നേ ഇല്ല. ഓരോ ഉരിയാട്ടവും അതാതിൽ യുണീക്കാണ്. പക്ഷെ ഉരിയാട്ടങ്ങളെ നമ്മൾ സാമാന്യത്തിൽ വെച്ച് മനസ്സിലാക്കും. അതുകൊണ്ട് വാക്കിനുള്ളിൽ ഈ ഒരു വൈരുദ്ധ്യമുണ്ട്. വാക്ക് സാമാന്യത്തിലൂടെയാണ് സംസാരിക്കുന്നത്, പക്ഷെ വാക്ക് നിലനിൽക്കുന്നത് സവിശേഷമായിട്ടാണ്.
എന്നതുപോലെ മനുഷ്യരുടെ ദൈവബോധം എന്ന് പറയുന്നത് സവിശേഷമാണ്. പക്ഷേ ഈ സവിശേഷത്തെ സംഗ്രഹിച്ച് നമ്മൾ സാമാന്യാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സംഗ്രഹത്തിനുള്ളിൽ ഒരു സാമാന്യം കൂടി അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതുകയും ഇതിലേക്ക് പോകാൻ പറ്റുമോ? ഗോയിങ് ബിയോണ്ട്, പേഴ്സോണിഫൈ ചെയ്യപ്പെട്ട ദൈവത്തിനപ്പുറം, പേഴ്സോണിഫൈ ചെയ്യപ്പെട്ട യുണീക്കായ ഒരു പൊസിഷൻ കൈവന്ന ദൈവത്തിനപ്പുറം ദൈവഭാവനയിലേക്ക് കടക്കാൻ പറ്റുമോ? അതാണ് മതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു നിലനിൽപ്പ് എന്നാണ് അദ്ദേഹം കരുതുന്ന ഒരു കാര്യം. ഈ മതമണ്ഡലമാണ് വാസ്തവത്തിൽ, ഈ മതത്തിന്റെ മണ്ഡലത്തിലെത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചവ്യാപ്തിയുള്ള ഒരു നിയാമക ഘടനയാണ്. ഏറ്റവും അവസാനത്തെ ജീവജാലത്തെയും മനുഷ്യപ്രകൃതത്തിന്റെ ഇങ്ങേതലത്തെയും ഒരുപോലെ ചേർത്തിണക്കി നിർത്തുന്ന ഒരു സത്യരൂപത്തെയാണ് ഗാന്ധി മതം എന്ന് അവിടെ കാണുന്നത്. ഈ മതത്തെക്കുറിച്ചുള്ള ആലോചനകൾ, അതുകൊണ്ട് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് ഗാന്ധിയോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പേഴ്സോണിഫൈഡ് മതങ്ങൾ എന്ന് പറയുന്നത് ഈ കേവലമായ സത്യത്തിന്റെ ഭാഗികാംശങ്ങളാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ഭാഗിക, ഏതെങ്കിലും ഒരു മതം പൂർണ്ണമല്ല. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഈ ആഴത്തിലുള്ള സത്യപ്രകാശത്തിന്റെ ഒരംശമാണ്, സാഹോദര്യം മറ്റൊരംശമാണ്, കാരുണ്യം മൂന്നാമതൊരംശമാണ്, ഏകം ഇനിയും ഒരംശമാണ്. ഏതേത് മതങ്ങളുണ്ടോ അവയൊക്കെ ഭാഗികങ്ങളാണ്. ഈ ഭാഗികത്തിൽ നിന്ന് പൂർണ്ണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒന്നിനെയാണ് ഗാന്ധി സത്യം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ, കോസ്മിക് സ്പിരിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന വാക്കുകൊണ്ട് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് കടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇതിലേക്ക് കടക്കണമെങ്കിൽ ഗാന്ധി കരുതുന്നത് 3 പടവുകളുണ്ട് എന്നാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ അഗാധമായ സത്യാത്മകതയെ, അഗാധമായ മൂല്യത്തെ ഉൾക്കൊള്ളണം. അതായത് സ്നേഹം എന്നത്, ക്രിസ്ത്യാനിറ്റി എന്നത് സ്നേഹമായിട്ടും ഇസ്ലാം എന്നത് സാഹോദര്യമായിട്ടും ഒക്കെ ഉള്ള ഒരു അനുഭവ മൂല്യം ഉണ്ടാവണം. അതാണ് ആദ്യത്തെ പടവ്. രണ്ടാമത്തെ പടവ്, നിങ്ങൾ ഉൾക്കൊള്ളുന്ന മതം വാസ്തവത്തിൽ ഈ ആഴമുള്ള സത്യബോധത്തിന്റെ ഭാഗികാംശമായതുകൊണ്ട് അതിനെ പൂർണ്ണത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് ഇതര മതങ്ങളുമായി സംവദിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് യഥാർത്ഥ മതത്തിന്റെ പൊട്ടൻഷ്യൽ തന്നെ സംവാദശേഷിയാണ്. കാരണം ഈ മതം വാസ്തവത്തിൽ പരിമിതപ്പെട്ട ഒന്നാണ്. ഈ പരിമിതിയെ കടക്കാൻ കഴിയുന്നത് മറ്റൊന്നുമായിട്ട് മുഖാമുഖത്തിനുള്ള ഇതിന്റെ ശേഷിയില്ല. അതുകൊണ്ട് സംവാദം എന്നത് മതങ്ങളുടെ സൗജന്യമല്ല, സംവാദാത്മകത എന്നത് മതങ്ങളുടെ ശരിയായ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. മറ്റൊരു മതത്തിന്റെ മൂല്യത്തെ സംവദിക്കാനും സംശീകരിക്കാനും കഴിയുമ്പോൾ മാത്രമേ ഈ മതം എന്ന തലത്തിലേക്ക് എത്തുന്നുള്ളൂ. മൂന്നാമത്തെ പടവ് എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മതം അതിൻ്റെ തന്നെ യുണീക്ക്നെസ്സിനെ, അതിൻ്റെ തന്നെ പേഴ്സോണിഫൈഡ് ഡൊമൈനെ മറികടന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ട്രൂത്ത് എന്ന് വിശേഷിപ്പിച്ച ആ സാർവത്രിക തലത്തിലേക്ക് എത്താനായിട്ട് കഴിയുന്നു. ഗോയിങ് ബിയോണ്ട് എന്ന് അദ്ദേഹം പറയും. ഇങ്ങനെ 3 പടവുകൾ വ്യക്തികൾ മതജീവിതത്തിൽ പിന്നിടേണ്ടതുണ്ട് എന്നും കരുതി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗാന്ധിയുടെ മതദർശനം നമ്മളിപ്പോൾ കരുതുന്നത് പോലെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു രാമനിലുള്ള വിശ്വാസമോ ഒന്നുമല്ല. അദ്ദേഹം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ആശയമണ്ഡലം ദൈവത്തെക്കുറിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹം അതിനെ ഇങ്ങനെ ദാർശനികമായിട്ടൊന്നും ക്രമപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പറയുന്നതിൽ വളരെ ആളുണ്ട്. ബിൽഗ്രാമി ഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട്, ഗാന്ധി ഒരു പ്രൊഫഷണൽ ഫിലോസഫർ അല്ല, ഒരു ഓർഗാനിക് തിങ്കറാണ് എന്ന് പറയുന്നത്. ഇത് രണ്ടിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രൊഫഷണൽ ഫിലോസഫി സെമിനാർ ക്ലാസ് അതുകൊണ്ടാണ്. ഓർഗാനിക് തിങ്കിങ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ജീവിതത്തിന്റെ നടുക്ക് നിന്നിട്ട് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. 1924 25 ഗാന്ധി ചരിത്രത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം. അന്ന് ഇന്ത്യക്കെതിരെ ഏറ്റവും വലിയ അറ്റാക്ക് എന്താ വെച്ചാൽ ഇന്ത്യക്കാർക്ക് ചരിത്രം പോലുമില്ല. അത് നമ്മുടെ ദേശീയ നേതാക്കളുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും ഈ ചരിത്രം എഴുതല. ഒരു ഫലിത എന്ന് വെച്ചാൽ 6 മാസം ജയിലിൽ കിടന്ന ഒരു പുസ്തകം ഉറപ്പാണ്. കാരണം ചരിത്രം എഴുതിക്കൊണ്ടേയിരിക്കും. കാരണം ചരിത്രം ഇല്ലല്ലോ. അപ്പൊ നെഹ്റു എഴുതുന്നു, മറ്റേ വലയങ്കാരത്തിലൊക്കെ എഴുതുന്നു, ഒരു വിധപ്പെട്ട എല്ലാവരും ഇന്ത്യ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഭാഗം എഴുതുന്നു. ഗാന്ധി ഇതേക്കുറിച്ച് പറഞ്ഞൊരു വാക്യം എന്ന് വെച്ചാൽ ചരിത്രമില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു കുറവല്ല, ഇന്ത്യയുടെ ഒരു ഗുണമാണ്. പിന്നെ പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത് ആണുങ്ങളുടെയും അധികാരത്തിന്റെയും ലോകമാണ്, അതില്ലാത്തത് ഒരു ഗുണമാണ്. ഇത് പറയാൻ പിന്നെ ഒരു 75 കൊല്ലം വേണ്ടി വരും കേട്ടോ.
പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യക്ക് വരുമ്പോഴാണ് ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഇത്തരം ഡിസ്കോഴ്സ് വരുന്നത്. ഗാന്ധി 20 വെറുതെ ഈ 2 വാക്യമുള്ളൂ, പക്ഷെ ആ വാക്യത്തിൽ ചരിത്രത്തിന്റെ ഉള്ളിനെ കുറിച്ചുള്ള മർമ്മസ്പർശിയായ ഒബ്സർവേഷൻ ഉണ്ട്. മുതലാളിത്തത്തിനെതിരെ ഏറ്റവും വലിയ വിമർശനം ഗാന്ധിയുടെ ഒരു വാക്യത്തിലുണ്ട്. ദിസ് വേൾഡ് ഹാസ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരിവൺസ് നീഡ് ബട്ട് നോട്ട് ഗ്രീഡ്. ആവശ്യത്തെ ആർത്തി കൊണ്ട് പകരം വെച്ച ഒരു സംവിധാനത്തിന്റെ പേര് കൂടിയാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം മുതലാളിത്ത ഉത്പാദനത്തിന്റെ ആധാരം എന്താണ്? ആവശ്യമല്ല, ലാഭമാണ്. ലാഭമാണ് ഉത്പാദനത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ ലാഭത്തെ മുൻനിർത്തുന്ന ഉത്പാദനത്തെ ആവശ്യമാക്കി മാറ്റണം. ഈ ആവശ്യമാക്കി മാറ്റുന്ന പണിയാണ് വിഷ് മേക്കിംഗ്. വൈദ്യുല്യം സേന വിഷ് മേക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താ പറയുക, ഇച്ഛയുടെ നിർമ്മാണം, അഭിലാഷ നിർമ്മാണം. ഈ അഭിലാഷ നിർമ്മാണമാണ് പരസ്യം. അതുകൊണ്ടാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ കല പരസ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. പരസ്യമില്ലെങ്കിലും നിൽക്കൂല. ഒരു കാറുണ്ട്, ഒരു കാറും കൂടി വേണം. ഒരു ചെരുപ്പുണ്ട്, ഒരു ചെരുപ്പ് ഇടാൻ പറ്റുള്ളൂ, എങ്കിലും 10-20 ചെരുപ്പ് വേണം. മാർക്സിന്റെ രസമുള്ള ഒരു വാക്യം കൂടി പറയാം: ടു മെനി യൂസ്ഫുൾ തിങ്സ് ആൻഡ് ടു മെനി യൂസ്ലെസ് മെൻ. ഇപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിടുന്ന ചെരുപ്പ്, ഞാൻ വയ്ക്കുന്ന കണ്ണട, ഞാൻ ധരിക്കുന്ന വാച്ച്, എൻ്റെ പേന, ഇങ്ങനെ എല്ലാം ബ്രാൻഡഡ് ആണല്ലോ. ഇതെല്ലാം ചുമന്നു നടക്കുന്ന ഒരു സാധനത്തിന്റെ പേരാ ഞാൻ. അല്ലാതെ ഞാനിടുന്ന ഷർട്ടല്ല, ഷർട്ട് ഇടുന്ന ഞാനാ. ഞാനിടുന്ന ചെരുപ്പല്ല, ചെരുപ്പിടുന്ന ഞാനാ. മനസ്സിലായല്ലോ? നമ്മുടെ സബ്ജക്റ്റിവിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളല്ല, ഈ വസ്തുലോകം. അങ്ങനെ വസ്തുലോകത്താൽ വിഴുങ്ങുന്ന ഒരു സമാന്തര ലോകം നമ്മെ വലയം ചെയ്യും. അത് മനുഷ്യനെ അന്തസാരശൂന്യമായ ഒന്നിലേക്ക് എത്തിക്കും. ഇതാണ് ഹ്യൂമൻ ഏലിയനേഷന്റെ, അന്യവൽക്കരണത്തിന്റെ മാക്സിമത്തിൽ സംഭവിക്കാനിരിക്കുന്നതെന്ന് അന്യവൽക്കരണ മുതലാളിത്തം വികസിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ മാർക്സ് പറയുന്നുണ്ട്. അത്രയൊന്നും വിസ്തരിക്കുന്നില്ലെങ്കിലും ഗാന്ധിയുടെ പൊസിഷനിൽ അതുണ്ട്. അതുകൊണ്ട് ഗാന്ധിയുടെ മതബോധം എന്ന് പറയുന്നതിനെ അതിൻ്റെ വിപുലമായ തലത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ സാധാരണയായി പറഞ്ഞു വരുന്ന മതസങ്കല്പത്തിൽ നിന്നൊക്കെ അതിന് മൗലികമായ ചില വ്യത്യാസങ്ങളുണ്ടല്ലാതെ നമ്മൾ ഇന്ന് രാമരാജ്യം എന്ന വാക്ക് കേട്ട് BJP-ക്കാർ പറയുന്ന അതേ രാമരാജ്യമാണ് ഗാന്ധി പറഞ്ഞത് എന്നോ, ഭഗവത്ഗീത എന്ന് ഗാന്ധി പറയുമ്പോൾ ഗോഡ്സെ വായിച്ചുകൊണ്ടിരുന്ന ഗീതയാണതെന്നോ തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയാൽ ഒരു നിവൃത്തിയില്ല. നമ്മുടെ ബുദ്ധിയുടെ അതിരാണ് ലോകത്തിന്റെ അതിരെന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ എത്തിക്കൂടാ. വാസ്തവത്തിൽ ഇതിനെയൊക്കെ വ്യത്യസ്തമായിട്ട്, വളരെ വ്യത്യസ്തമായിട്ട് ഗാന്ധി കാണുന്നുണ്ട്. ഞാനിങ്ങനെ പറയുന്നത് ഗാന്ധിക്ക് സന്നിഗ്ധതകളില്ല എന്നുള്ള അർത്ഥത്തിലല്ല, നിശ്ചയമായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഇന്നാളൊരാൾ പറയുന്നത് ഞാൻ കേട്ടു, ഗോഡ്സെയും ഗാന്ധിയും ഒരേ മൂല്യമാണ് ഷെയർ ചെയ്തതെന്ന്. എന്തുറപ്പാണ്? എന്ത് ആധികാരികമായിട്ടാ പറയുക? അപ്പൊ അതിലുള്ള പ്രശ്നം ഇതാണ്. ഈ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഗാന്ധിയുടെ ചില നിരീക്ഷണങ്ങളാണ്. ഒരുപക്ഷെ ഗാന്ധി സ്വയം കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തത്വത്തിനപ്പുറം അനുഭവ മൂല്യം പ്രധാനമാകുന്നതോടെ താൻ പറഞ്ഞ തത്വത്തെ തന്നെ ഒരു ഘട്ടത്തിൽ ഗാന്ധി മറികടന്നു പോകുന്നു. അതുകൂടി പറയാം. ഇപ്പോ 1915 ഗാന്ധി ജയിലിൽ വരുന്നത്. അദ്ദേഹം 1892 സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു. 4 നൂറ്റാണ്ട് അവിടെ ജീവിക്കുന്നു. അദ്ദേഹം തിരിച്ചു വരും. 15 ജനുവരി 9 ഗാന്ധി ബോംബെയിൽ കപ്പലിറങ്ങും. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 1930 വരെ മതത്തെക്കുറിച്ച് അദ്ദേഹം ഖണ്ഡിതമായി, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം മതമാണ്. ഇത്രയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയുന്ന ആധുനിക നാഗരികത തകർന്നാണ് പോയത്, അത് ഡിഗ്രേഡഡ് ആയത്, അത് മതത്തെ പുറത്തു നിർത്തി എന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തും. അദ്ദേഹത്തിൻ്റെ വേറൊരു വാക്യം, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. മതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അപകടകരമായ ഒരു വാക്യം അദ്ദേഹം പിന്നീട് പറയുന്നത് 1930 ജനുവരിയിൽ അദ്ദേഹം എഴുതുന്ന ഒരു വാക്യം, ഒരു വ്യക്തിയുടെ മത താല്പര്യവും അയാളുടെ രാജ്യ താല്പര്യവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. മതത്തെക്കുറിച്ച് നിങ്ങളുടെ താല്പര്യം തന്നെയാണ് രാജ്യത്തെക്കുറിച്ചുള്ള താല്പര്യം.
പിന്നെ ഈ ഹിന്ദുത്വവാദികളൊന്നും ഇതൊന്നും വായിക്കാത്തതുകൊണ്ട് വേറെ അപകടമില്ല. ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട്, മതതാല്പര്യം തന്നെയാണ് രാജ്യ താല്പര്യം എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും മതം വേണം. ഞാൻ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഗാന്ധിയുടെ കൃതികളും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഏതാണ്ട് 30 വരെ മതമെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഗോയിങ് ബിയോണ്ടൊക്കെ ആണെങ്കിലും ആ മതം രാഷ്ട്രീയ പ്രക്രിയയുടെ അടിസ്ഥാനമാണ് എന്ന പൊസിഷനാണ് 30 വരെ എടുക്കുന്നത്. എന്നാൽ 30 മുതൽ ഏതാണ്ട് 42-44 വരെയുള്ള ഒരു ഘട്ടത്തിൽ ഗാന്ധി ഈ പൊസിഷൻ വിടുന്നില്ല, പക്ഷെ ഊന്നലിൽ മാറ്റം വരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതവുമായി ബന്ധിപ്പിച്ചുകൂടാ. ജിന്നയ്ക്ക് എഴുതിയ ഒരു കത്തിലാണ് അദ്ദേഹം പറയുന്നത്, ദേശീയതയുടെ മൂല്യപരിശോധന മതത്തെ മുൻനിർത്തിയല്ല, ബ്രിട്ടീഷ് വിരുദ്ധമായ നിലപാടിനെ മുൻനിർത്തി. സാമ്രാജ്യ വിരുദ്ധ നിലപാടാണ് ദേശീയതയുടെ ആധാരം. അത് ഇന്ത്യൻ ദേശീയതയുടെ കോർ പ്രിൻസിപ്പിളാണ്. ഏതെങ്കിലും ഒരു ആഭ്യന്തര മൂല്യം കൊണ്ടല്ല, മറിച്ച് ബ്രിട്ടീഷ് വിരുദ്ധമായ സമരം കൊണ്ടാണ് ദേശീയത നിർവചിക്കപ്പെടുന്നത്. ഇന്ത്യൻ നാഷണലിസത്തിന്റെ ഇൻക്ലൂസീവ് ക്യാരക്ടർ തന്നെ അങ്ങനെ ഉണ്ടായതാണ്. ഇത് ഗാന്ധി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും മതം കൊണ്ട് ദേശീയതയുടെ മൂല്യപരിശോധന നടത്തിക്കൂടാ. അതുപോലെ തന്നെ സാമ്രാജ്യത്വവാദികളും ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളും ഒക്കെ എടുക്കുന്ന നിലപാടിനെ ഗാന്ധി ആ ഘട്ടത്തിൽ കർക്കശമായി തള്ളി പറയുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയെ മതപരമായി വിഭജിച്ചിട്ടില്ല. മതം ഇന്ത്യയുടെ ഒരു വിഭജന ശക്തിയായിട്ടില്ല, മറിച്ച് മതം നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ കടന്നു കയറുകയും രാഷ്ട്രീയ അധികാരവുമായി മതം ബന്ധപ്പെടുകയും ചെയ്തത് മുഗൾ ഭരണം കൊണ്ടോ ഡൽഹി സുൽത്താനേറ്റ് മുതലുള്ള ഭരണ സംവിധാനങ്ങൾ കൊണ്ടോ അല്ല, സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ. ഇത് ഗാന്ധി എടുക്കുന്ന ഒരു പൊസിഷൻ. ബ്രിട്ടീഷ് ഇമ്പീരിയലിസമാണ് മതത്തെ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പോളറൈസിംഗ് പൊട്ടൻഷ്യലാക്കി മാറ്റിയത്, അതായത് ഇന്ത്യൻ ജനതയുടെ മതമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ മതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അത് വിപുലവും ക്രമികവുമായ ഒരു ധാർമ്മിക വ്യവസ്ഥയാണ് എന്ന് അദ്ദേഹം കാണുന്നുണ്ട്. 1940 മറ്റേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് തയ്യാറാക്കിയ ഒരു കരട് പ്രമേയത്തിൽ താൻ മതമെന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമായി മാറേണ്ട നൈതിക തത്വങ്ങളെയാണ് താൻ മതം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അദ്ദേഹം എഴുതി ചർച്ചയും ചെയ്യും. ഇങ്ങനെ ദേശീയതയെ മതവുമായി ബന്ധിപ്പിച്ച് മതരാഷ്ട്രപരമായ ഒരു ദേശീയത യുക്തിയെ നിരസിക്കുന്ന കർക്കശമായ നിലപാട് 30 മുതൽ അദ്ദേഹം എടുക്കുകയും മതം എന്ന് പറയുന്നത് അതിൻ്റെ ഔപചാരിക രൂപങ്ങൾക്കെല്ലാം അപ്പുറം പേഴ്സോണിഫൈഡ് ഗോഡ് അല്ലെങ്കിൽ പേഴ്സോണിഫൈഡ് യുണീക്ക്നെസ് എന്നതിനപ്പുറം മതം എന്നത് ഒരു യൂണിവേഴ്സൽ എത്തിക്സ് ആണ് എന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറിയെന്ന് ഞാൻ പറയുന്നില്ല, ഊന്നൽ മാറും. ആദ്യഘട്ടത്തിൽ ഗാന്ധിയുടെ പൊസിഷൻ ഉണ്ട്, പക്ഷെ ഗാന്ധി അത് ഊന്നി പറയാൻ തുടങ്ങുന്നത് ഏതാണ്ട് 30s ശേഷമാണ്. മൂന്നാമത്തെ ഒരു ഘട്ടം വളരെ പ്രധാനമാണ്. അത് 42-45 ഘട്ടത്തിലാണ്. 45 നിങ്ങൾക്കറിയാനാണ് ക്യാബിനറ്റ് മിഷൻ വരുന്നു, ഇന്ത്യ വിഭജനം ഏതാണ്ട് ഉറപ്പാകുന്നു, ഗാന്ധി മിക്കവാറും ഒറ്റയ്ക്കായി തീരുന്നു, മതത്തെ മുൻനിർത്തിയുള്ള വിഭജന ആസ്ഥാനത്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരും ശ്രദ്ധിക്കേണ്ടായിത്തീരുന്നു. ആ ഘട്ടത്തിൽ ഗാന്ധിയുടെ ഊന്നലുകൾ മാറി വരുന്നു. അന്നിപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിക്ക് അദ്ദേഹം അയക്കുന്ന കത്തിൽ ഗാന്ധിയുടെ അടുത്ത് പറയുന്നുണ്ട്, മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിഭജനം ഇന്ത്യയിൽ വന്നത് ഇന്ത്യ ചരിത്രം അങ്ങനെ ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഭരണം കൊണ്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം 1818 സർ ജെയിംസ് മില്ലും അതിനുശേഷമുള്ള ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസുമാണ് ഇന്ത്യൻ ഭൂതകാലത്തെ മതപരമായ ആദ്യം വിഭജിക്കുന്നത്. നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് 12ാം നൂറ്റാണ്ട് വരെ ഹിന്ദു പീരീഡ്, പിന്നെ മുസ്ലിം പീരീഡ്, പിന്നെ ബ്രിട്ടീഷ് പീരീഡ് എന്നൊക്കെ മതാത്മകമായി ഇന്ത്യൻ ഭൂതകാലത്തെ വിഭജിച്ചതും ഈ മതങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം കൊണ്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ റിലീജിയസ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഇന്ത്യ ചരിത്രത്തിലെ ഒരു കേന്ദ്ര പ്രമേയമാക്കി മാറ്റുന്നത് 19ാം നൂറ്റാണ്ടിലെ ഇമ്പീരിയലിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ഗാന്ധി ഹിസ്റ്റോറിയോഗ്രാഫി ഒന്നും വായിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹത്തിന് അത്തരം ധാരണകളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ക്ലിയർ കട്ടായി പറയുന്നുണ്ട്, മതപരമായ വിഭജനത്തെ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രമാക്കിയത് നിങ്ങളാണ്, ബ്രിട്ടീഷ് അധിനിവേശമാണ്, അതല്ലാതെ ഇന്ത്യൻ ജീവിതത്തിൽ അതിന് അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് ഇങ്ങോട്ടുള്ള സന്ദർഭത്തിലാണ് ഒരുപക്ഷെ തന്നെ തിരുത്തിക്കൊണ്ട് ഗാന്ധി പറയുന്നത്, റിലീജിയൻ ഈസ് പ്യുവർലി എ പേഴ്സണൽ മാറ്റർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ്. ഇത് ഗാന്ധി 40കളുടെ പകുതി മുതൽ ശക്തമായി പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ മതത്തിന്റെ സാർവത്രികതയെക്കുറിച്ചുള്ള ഗോയിങ് ബിയോണ്ട് എന്ന് പറയുന്ന മെറ്റാഫിസിക്കലായ മതം എന്നതിനെ കുറിച്ചുള്ള തന്റെ തന്നെ ബോധ്യങ്ങൾക്ക് ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഗോയിങ് ബിയോണ്ട് ആണെങ്കിൽ എല്ലാ ഘട്ടത്തിലും ഉണ്ട്.
പക്ഷെ അദ്ദേഹം അത് എടുക്കുന്നില്ല എന്നുള്ളതിന്റെ കാരണം പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. ഞാൻ 3-4 പോയിന്റുകൾ പറയാം. ഇപ്പോ 47 ഓഗസ്റ്റ് 22 സ്വാതന്ത്ര്യ കിട്ടിയതിന്റെ അടുത്ത ആഴ്ച കൽക്കട്ടയിലെ ദേശബന്ധു പാർക്കിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം കർക്കശമായി പറയുന്നു, മതം വ്യക്തിപരമാണ്, മതത്തിന് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല. അതിന്റെ അടുത്ത ആഴ്ചയാണ് ടോളിഗഞ്ചില് ഒരു സമ്മേളനം ചെയ്തിരുന്നു, പ്രാർത്ഥനായോഗം ചെയ്തിരുന്നു. അന്ന് സുഹ്രവർദ്ദിയൊക്കെ ഉണ്ട്, നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് സുഹ്രവർദ്ദിയൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വന്ദേമാതരമാണ് ആദ്യം ആലപിക്കുന്നത്. വന്ദേമാതരം ആലപിക്കുമ്പോൾ സുഹ്രവർദ്ദി അടക്കം എഴുന്നേറ്റ് ഗാന്ധി പക്ഷേ എഴുതിയിട്ടില്ല. വന്ദേമാതരം ആലപിക്കുമ്പോൾ ഗാന്ധി എഴുതില്ല. എന്നിട്ട് ഗാന്ധി പിന്നെ അതേക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേൽക്കാന്നൊക്കെ പറയുന്നത് ഇതൊരു പാശ്ചാത്യ സമ്പ്രദായമാണ്, നമ്മളത് അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്നാണെങ്കിൽ മുപ്പർക്കെതിരെ കേസ് കൊടുക്കും, 124 ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. ഇതെല്ലാം ഒരു വെസ്റ്റേൺ സമ്പ്രദായമാണ്, നിങ്ങൾ അതിനൊന്നും അനുകരിക്കേണ്ട ഒരു കാര്യമില്ല. ഗാന്ധി എഴുന്നേറ്റില്ല. എന്തായാലും ഈ ഘട്ടത്തിലൊക്കെ ഗാന്ധി എടുക്കുന്ന 946 ഒരു രസമുള്ള വാക്യമാണ്. 946 സെപ്റ്റംബർ 16 ഒരു ക്രൈസ്തവ മിഷണറിയുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിൽ ഗാന്ധി പറയുന്ന ഒരു വാക്യം, ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ പരമാധികാരിയായ മതത്തെയും രാഷ്ട്രീയത്തെയും ഞാൻ പൂർണ്ണമായി പറഞ്ഞു. ഇതാരാണ് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്ന് പറയുകയും റിലീജിയൻ ഈസ് ഓൾവേസ് ഗോയിങ് ബിയോണ്ട് എന്നതിനെ മെറ്റാഫിസിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളാണ്. ആദ്യത്തെ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടാമത്തേത് വരാൻ വലിയ പ്രയാസമില്ല. പക്ഷേ ഗോയിങ് ബിയോണ്ട് എന്ന് പറഞ്ഞ് മതത്തിന് കൊടുത്ത അദ്ദേഹം കൊടുത്ത ഒരുപക്ഷെ തത്വശാസ്ത്രപരമോ അതിഭൗതികമായ ഒരു ഉള്ളടക്കത്തെ ഗാന്ധി എന്തുകൊണ്ട് കൈയൊഴിയുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു? ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. കാരണം അരവിന്ദ ഘോഷ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ തത്വചിന്തകന്മാർ ചെയ്തതുപോലെയോ മതത്തെ അതിൻ്റെ ദാർശനികമായ ഒരു മാനത്തിൽ മാത്രം പരിഗണിച്ച് നിങ്ങൾക്ക് 46 മുതലുള്ള ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം മതം ഈ ദാർശനിക മാനങ്ങളെല്ലാം മാറ്റിയിട്ട് ഇന്ത്യയിലെ മനുഷ്യരെ വെട്ടിപ്പുറത്തുന്ന മാരകമായൊരു ശക്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നടുവിൽ മതം എന്താണോ ആ മതത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, തത്വവിചാരത്തിലെ മതത്തെക്കുറിച്ചല്ല. തത്വവിചാരത്തിൽ ഗാന്ധിക്ക് മതമുണ്ട്, ആ പൊസിഷൻ പുള്ളി വിടുന്നില്ല. പക്ഷെ ആ പൊസിഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കൺഫേം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മതം ഗോയിങ് ബിയോണ്ട് ആണെന്ന് പറഞ്ഞ് വിഭജന കാലത്തുണ്ടായ കൂട്ടക്കൊലകളെ അഭിമുഖീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മതം ഒരു മെറ്റാഫിസിക്കലായ കോമൺ ഡൊമൈൻ ആണ്, കോമൺ ഡൊമൈൻ ഓഫ് എത്തിക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ മുഴുവൻ പഠനമായിരിക്കുന്ന വർഗീയകലാപത്തെ ചെറുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഗാന്ധി എടുക്കുന്ന ഒരു പൊസിഷൻ ഒരുപക്ഷെ തന്റെ തന്നെ താത്വികമായ ചില അടിസ്ഥാനങ്ങളെ നിരസിക്കുന്നു. അദ്ദേഹം പ്രത്യക്ഷത്തിൽ പറയുന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഗാന്ധി അതിനപ്പുറം പോകുന്നതാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും മതത്തെയും ഭരണകൂടത്തെയും അവിടെ ഗാന്ധി പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മതം ഒന്നാണെങ്കിലും രാജ്യത്തിന് മതം ആവശ്യമില്ല. ഒരു രാജ്യത്തെ 100 പേരും ഒറ്റ മതത്തിൽപ്പെട്ടതാണെങ്കിലും അത് അവരുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്, രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല. ഈ പൊസിഷൻ ഗാന്ധി എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 940-കൾക്ക് ശേഷം നമ്മൾ കാണുന്ന ഗാന്ധിയിൽ വാസ്തവത്തിൽ ഗാന്ധിയെ കുറിച്ചുള്ള നമ്മുടെ ഔപചാരിക ധാരണകൾക്കെല്ലാം വ്യത്യസ്തമായ ഒരു മത വീക്ഷണം, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരികയും ഒരുപക്ഷെ ഒരു മതചിന്തകൻ എന്ന നിലയിൽ നിന്ന് സ്വയം മാറി നിന്ന് മതത്തെക്കുറിച്ച് താൻ തന്നെ രൂപപ്പെടുത്തിയ ആശയാവലികൾക്കപ്പുറത്ത് തൻ്റെ മുമ്പിൽ അരങ്ങേറുന്ന മതത്തിന്റെ ഭൗതിക പ്രകൃതിയോട് എങ്ങനെയാണ് എൻഗേജ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നു. അത് ഗാന്ധിയുടെ മതത്തിലുണ്ട്. കാരണം മതം എക്സ്പീരിയൻഷ്യൽ ആവണം എന്ന് ഗാന്ധി. മതം നിങ്ങൾക്ക് തത്വവിചാരത്തിന്റെ മണ്ഡലമല്ല, മതം നിങ്ങൾക്ക് അനുഭവ മൂല്യമായി തീരണം. ഹൗ വൺ ലീവ്, നോട്ട് വാട്ട് വൺ ബിലീവ്. ഒരാൾ എന്ത് വിശ്വസിച്ചു എന്നുള്ളതല്ല മതം, മറിച്ച് ഒരാൾ എങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് തന്റെ മതം എന്ന് പറയുന്നത് മാനുഷികമായ സാർവത്രികത, ജീവിതത്തിന്റെ അഗാധമായ ഒരു തലത്തെ അഭിസംബോധന ചെയ്യുന്ന ഒന്നാണെങ്കിൽ ആ മതം മറ്റൊരാളുടെ ജീവിതത്തെ ഹനിച്ചുകൂടാ. ഹനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്റെ തന്നെ ബോധ്യത്തെ നിരാകരിക്കുന്നു എന്ന് തോന്നുമ്പോഴും വാസ്തവത്തിൽ ഗാന്ധി താനുണ്ടാക്കി വിശാലമായ ഒരു മതബോധത്തെ ഒരു അനുഭവ തലത്തിൽ കൊണ്ടുവന്ന് അന്നരങ്ങുന്ന മതവിദ്വേഷത്തോട് ഏറ്റുമുട്ടാണ്. അതുകൊണ്ട് ഗാന്ധിയുടെ അവസാന ഘട്ടത്തിലെ മതവുമായുള്ള
ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ മതവർഗീയതയുമായുള്ള ഗാന്ധിയുടെ ഏറ്റുമുട്ടൽ വാസ്തവത്തിൽ ഗാന്ധി തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച മതാവബോധത്തിന്റെ വളരെ വിപുലമായ ഒരു ആവിഷ്കാരമാണ്. വളരെ വിപുലമായ ഒരു ആവിഷ്കാരമാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഏതു മതവും മറ്റൊരു മതത്തെക്കാൾ ചെറുതല്ല. കാരണം ശരിയായ ഏതു മതവും മനുഷ്യാവസ്ഥയുടെ ഒരംശത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്, പക്ഷേ പ്രകാശിപ്പിക്കപ്പെടാത്ത അംശങ്ങളുണ്ട്. അതുകൊണ്ട് മതമെന്ന് പറയുന്നത് എല്ലാ മതവും സെക്ടേറിയനാണ്, ഒരു മതവും ടോട്ടലല്ല. എല്ലാ മതവും സെക്ടേറിയനിസത്തെ അതിജീവിക്കുന്നത് ഇതര മതവുമായി സംവാദശേഷി അതിനുണ്ടെങ്കിൽ മാത്രമാണ്. സംവാദശേഷി ഇല്ലെങ്കിൽ മതം മതമല്ല. 3, ഈ സംവാദത്തിനും അപ്പുറം ഈ ഗോയിങ് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു മെറ്റാഫിസിക്കൽ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളെ മതം കൊണ്ടുപോകണം. മതം കൊണ്ടുപോയില്ലെങ്കിൽ മതം വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു തത്വം പറഞ്ഞു. ഇപ്പൊ അരവിന്ദ് ഘോഷ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ തത്വം കാണാം. പക്ഷെ അരവിന്ദ് ഘോഷ് ഇന്ത്യയിൽ വർഗീയത വളരുന്ന സമയത്ത് അരവിന്ദ് ഘോഷ് ഒന്നും ചെയ്യുന്നില്ല. അരവിന്ദ് ഘോഷ് ധ്യാനിക്കുന്നു. ധാരാളം പേര് ഏകം എന്ന് പറയുന്നു, വെറുതെ ഇരിക്കുന്നു. ഗാന്ധി ഏകം എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല, നടുക്കാറുണ്ട്. ബുർഹാൻ ഹബീബ് ഗാന്ധിയെ കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന മൂല്യം എന്ന് ചോദിച്ച് അദ്ദേഹം പറയുന്നത്, നിർണായക നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നതാണ് ഗാന്ധി. ആ വിട്ടുവീഴ്ചയില്ലായ്മ താൻ വിഭാവനം ചെയ്ത മതഭാവനയുടെ ഏറ്റവും ആഴമേറിയ ഒരു തലത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും നിർണായക മുഹൂർത്തത്തിൽ പ്രവൃത്തിയാക്കാൻ ശ്രമിച്ചാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഞാൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗാന്ധി 1947 സെപ്റ്റംബർ 9 ഡൽഹിയിൽ വരുന്നത്. അദ്ദേഹം ഡൽഹിയിലേക്കായിട്ട് വന്നതല്ല, അദ്ദേഹം പഞ്ചാബിലേക്ക് പോകാനായിട്ടാണ് വന്നത്. കൽക്കട്ടയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. കൽക്കട്ടയിൽ 47 സെപ്റ്റംബർ 1 മുതൽ 4 വരെ അദ്ദേഹം നിരാഹാരം കിടക്കുന്നുണ്ട്. ആ നിരാഹാരം കൊണ്ടാണ് കൽക്കട്ടയിലെ വർഗീയതകളെ ഗാന്ധി പിടിച്ച് കെട്ടിയത്. 9 അദ്ദേഹം വരുന്നു. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പഞ്ചാബിലേക്ക് പോകാനാണ് ഇരുന്നത്. താൻ വന്നിറങ്ങിയ ഡൽഹിയെ കുറിച്ച് പിന്നെ ഗാന്ധി പറയുന്ന ഒരു വാക്യം, ഇറ്റ്സ് എ സിറ്റി ഓഫ് ഡെത്ത്, മരിച്ചവരുടെ നഗരമായി അത് മാറി. ആ മരിച്ചവരുടെ നഗരത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ 144 ദിവസം ഗാന്ധി ചെയ്ത കാര്യം. 9-ാം തീയതി രാവിലെ അദ്ദേഹം ഡൽഹിയിൽ വന്നു. അന്ന് വൈകുന്നേരം അദ്ദേഹം ഹുമയൂൺ ടോംബിൽ പോയി. ഹുമയൂൺ ടോംബൊക്കെ അഭയാർത്ഥികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. 144 ദിവസം അദ്ദേഹം ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടി ശ്രമിച്ചു. ജനുവരി 13 മുതൽ 18 വരെ അദ്ദേഹം നിരാഹാരം കിടന്നു. ആ നിരാഹാരത്തിന്റെ ഫലമായി ഡൽഹിയിലെ കലാപത്തിന്, പടർന്നുകൊണ്ടേയിരുന്ന കലാപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഗാന്ധിക്ക് കഴിയുകയും അവിടുത്തെ അന്യോന്യം മതവിശ്വാസികളെ അന്യോന്യം സംരക്ഷിക്കുന്നതിന് തങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധതയുണ്ട് എന്ന് ഹിന്ദു മഹാസഭയും RSSഉം മുസ്ലിം ലീഗും അടക്കമുള്ള 100ഓളം സംഘടനകൾ ഒപ്പിട്ട ഒരു പ്രസ്താവന ഗാന്ധിക്ക് കൊടുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധി 18-ന് നിരാഹാരം. ഈ നിരാഹാരമാണ് ഗാന്ധിയെ കൊല്ലാനുള്ള അവസാന തീരുമാനത്തിന്റെ പ്രേരണ. അവസാന തീരുമാനം കേട്ടോ, ഈ നമ്മൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ഗാന്ധിയെ കൊല്ലാനായിട്ട് 48-ലാണ് തീരുമാനിച്ചത്. 1935 ഗാന്ധിക്കെതിരെ ബോംബെറിഞ്ഞു. ചിത്താവൻ ബ്രാഹ്മണര് അംബേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 32-ല് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞ് അംബേദ്കർ വന്നതിന് ശേഷം ഗാന്ധി അംബേദ്കറും 2ാം പട്ടയ സമ്മേളനത്തിന് പോകുന്നതിന് മുമ്പ് കൂടി കാണുന്നുണ്ട്. പിന്നീടാണ് ഗാന്ധി ഐത്തോച്ചാടനം എന്ന് പറയുന്നതിനെ തന്റെ പ്രധാന കാര്യപരിപാടിയാക്കി മാറ്റുന്നത്. 2 പ്രയത്നങ്ങളാണ് ഗാന്ധിയുടെ ജാതിബോധത്തെ തിരുത്താൻ. ഒന്ന് ഗുരുവുമായിട്ട് ഇവിടെ നടന്ന സംഭാഷണം, 31 ഓഗസ്റ്റ് 14-ന് പട്ടാളി സമ്മേളനത്തിന് പോകുന്നതിന്റെ തലേന്ന് അംബേദ്കറുമായി നടത്തിയ സംഭാഷണം. ഈ 2 സംഭാഷണങ്ങൾക്ക് ശേഷമാണ് ഐത്തോച്ചാടനത്തെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് ഗാന്ധി മാറ്റുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് 35-ല് ഗാന്ധിക്കെതിരെ ചിത്താവൻ ബ്രാഹ്മണ സംഘം ആദ്യമായിട്ട് ബോംബെറിയുന്നത്. ഗാന്ധി വന്ന കാറ് മാറിപ്പോയതുകൊണ്ടാണ് അന്ന് കൊല്ലപ്പെടാതിരുന്നത്. പിന്നെ 6 തവണ ഗാന്ധിയെ കൊല്ലാനായിട്ട് ശ്രമം നടത്തി. 7ാമത്തെ ശ്രമത്തിലാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്. 48 ജനുവരി 20-ന് മദൻലാൽ പട്വ അദ്ദേഹം ബോംബെറിയുന്നുണ്ട്. 30-ന് കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഗാന്ധിയുടെ കൊല എന്ന് പറയുന്നത് വളരെ ആകസ്മികമായി പലരും പ്രചരിപ്പിക്കുന്നത് പോലെ 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം കിടന്നതിന്റെ ഒന്നും അനന്തരഫലമല്ല. അത് അവസാനത്തെ പ്രകോപനമാണ്. ഗാന്ധിയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണാധികാരത്തിനെതിരെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗാന്ധി നടത്തിയ വലിയ ശ്രമങ്ങൾ കൂടിയാണ് ഗാന്ധിയുടെ വധത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും താൻ മുമ്പോട്ട് വെച്ച മതദർശനത്തിന്റെ ഒരു വിശാല മാനത്തെ മുൻനിർത്തി അതിൻ്റെ ഒരു പ്രയോഗമൂല്യം, ഗോയിങ് ബിയോണ്ട് എന്നുള്ളതും ഡയലോഗ് എന്നുള്ളതും ഇതര മതങ്ങളോട് തുറന്നിരിക്കുക
ജീവിക്കുക എന്നുള്ളതും മതത്തിന്റെ ആധാര തത്വമാണെന്നും അതിനെ അനുഭവമൂല്യമാക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് മതത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുമുള്ള തൻ്റെ മതദർശനത്തിന്റെ തന്നെ ഗാന്ധിയുടെ ഒരു പ്രയോഗം കൂടിയായിരുന്നു ഒരു നിലയ്ക്ക് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ പ്രത്യക്ഷത്തിൽ താൻ പറഞ്ഞതിനെ മറികടക്കുന്നു, നിരസിക്കുന്നു എന്ന് തോന്നുമ്പോഴും വാസ്തവത്തിൽ ഗാന്ധി തൻ്റെ മതാവബോധത്തിന്റെ കൂടി വിപുലമായ ഒരാവിഷ്കാരമായിട്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കൊല്ലപ്പെടുന്ന ഏതാണ്ട് ഗാന്ധിക്ക് അറിയുകയും ചെയ്യാം. 48 ജനുവരി 29 രാത്രി 9 മണി കഴിയുമ്പോൾ ഗാന്ധിയുടെ സഹായിയായ മനു ഗാന്ധിയുടെ ചുമ വല്ലാതെ കൂടിയിട്ട് ഗാന്ധിക്ക് മരുന്ന് കൊടുക്കും. ഗാന്ധി അന്ന് മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുകയും ഗാന്ധി മനുവിനോട് ഇങ്ങനെ ഒരു വാക്യം പറയുകയും ചെയ്യുന്നത്. അത് മനു പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധി പറഞ്ഞ വാക്യം, ഞാൻ രോഗാതുരനായി ആണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. പനി പിടിച്ച് മരിക്കുകയാണ്, ചുമ വന്ന് മരിക്കുകയാണെങ്കിൽ ഞാനൊരു അങ്ങനെ പറയുമ്പോൾ ലോകം നിങ്ങളെ പഴിച്ചേക്കും, ലോകം നിങ്ങളെ അധിക്ഷേപിക്കും. പക്ഷെ ഇത് പറയണം. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെന്ന പോലെ ആരെങ്കിലും എൻ്റെ നേരെ ബോംബെറിയുകയോ ആരെങ്കിലും എനിക്കെതിരെ വെടിയുതിർക്കുകയോ ചെയ്യുകയും ആ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ഒരു ഞരക്കം പോലും ഇല്ലാതെ ചുണ്ടിൽ ദൈവനാമത്തോടെ ഞാൻ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. 48 ജനുവരി 29 രാത്രി 9:15 ഗാന്ധി ഇത് പറയുന്നത്. പിന്നെ 20 മണിക്കൂറാണ് ഗാന്ധി ജീവിച്ചത്. അതുകൊണ്ട് മരണം എന്നുള്ളത് ഗാന്ധിയെ സംബന്ധിച്ച് അകലെയുള്ള ഒരു കാര്യമല്ല. തന്റെ സത്യാന്വേഷണത്തിന്റെ സത്യമെന്ന് ഗാന്ധി പറയുന്നത് വാസ്തവത്തിൽ ഇത്രയും വലിയ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കോടതിയിലെ സത്യ പ്രസ്താവനയൊന്നുമില്ല ഗാന്ധിയുടെ സത്യം. അത് സത്യം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ നുണ പറയുന്ന അപ്പോഴാണ്. നമ്മുടെ കേസരിവാൽ ഇഷ്ടമുള്ള വക്കീലായിരുന്നു കുറച്ചു കാലം. അദ്ദേഹം വക്കീൽ പണി നിർത്തി അന്ന് ഡയറിയിൽ എഴുതിയൊരു വാക്യം, മനുഷ്യരെ നുണ പറയാൻ പരിശീലിപ്പിക്കുന്ന ഈ വസ്ത്രം ഞാൻ ഇനി ധരിക്കുന്നില്ല എന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗാന്ധിക്ക് ഏതാണ്ട് അതൊരു ബോധ്യമുണ്ട്. അതൊന്നുമല്ല ഗാന്ധിയുടെ സത്യം, മറിച്ച് ഈ ലാർജർ ഫ്രെയിമാണ്. മനുഷ്യകത്തിന്റെ ആധാരമായിരിക്കുന്ന ഒരു നൈതികമായ പൊതുമണ്ഡലം, ആ പൊതുമണ്ഡലത്തിലേക്കുള്ള പേരാണ് വാസ്തവത്തിൽ മതം എന്ന് കരുതുകയും, ഞാനത് ശരിയാണെന്ന് പറയല്ല കേട്ടോ, എനിക്കിതിനോട് വ്യക്തിപരമായി യോജിപ്പുണ്ട്. ഞാൻ എൻ്റെ വിയോജിപ്പ് പറയല്ല, ഗാന്ധി എന്താണ് കരുതിയതെന്ന് പറയാം, മറ്റത് വേറൊരു കാര്യമാണ്. ആ മണ്ഡലം എന്ന് കരുതുകയും അവിടെ നിന്നുകൊണ്ട് വാസ്തവത്തിൽ തൻ്റെ കാലത്തെ അഭിമുഖീകരിച്ച ഏറ്റവും മാരകമായ ഒരു പ്രശ്നത്തെ ഗാന്ധി നേരിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്രയും വ്യാപ്തിയുണ്ട്. അതുകൊണ്ട് ഗാന്ധി മതത്തെക്കുറിച്ച് പുലർത്തിയ ഒരു വീക്ഷണത്തെ ഒരു യഥാർത്ഥ മതവിശ്വാസിയായ ഒരാൾ ഇന്ന് ഗൗരവപൂർവ്വം കാണണമെന്നൊരു തോന്നലാണ് എനിക്ക്. നിങ്ങളുടെ മതബോധം മറ്റൊരാളുമായുള്ള സംവാദ സന്നദ്ധതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, സാർവത്രികമായ ഒരു ഗോയിങ് ബിയോണ്ട് എന്ന തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അത് നിരർത്ഥകമാണ് എന്നാണ് ഗാന്ധി പറയാൻ ശ്രമിച്ചത്. അത് ഗാന്ധി രാഷ്ട്രീയ പ്രക്രിയയിലേക്കും തന്നെ തിരുത്തുന്ന ബോധ്യങ്ങളിലേക്കും ഗാന്ധിയുടെ വീക്ഷണം വികസിച്ചു വരികയും. അതുകൊണ്ട് ഗാന്ധിയെ, അദ്ദേഹത്തിന്റെ മതത്തെ നമ്മൾ ഇപ്പോൾ യുക്തിവാദികളൊക്കെ കൊണ്ടുവരുന്ന ഒരു സാമാന്യ സമീകരണം ഉണ്ടല്ലോ. ഗാന്ധി മതവിശ്വാസിയായിരുന്നു, മറ്റേ മതവിശ്വാസിയാണ്, ഗോഡ്സെ മതവിശ്വാസിയാണ്, എല്ലാ മതവും ഇതുപോലെ പാടാണ് എന്നെല്ലാം പറയുന്ന, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മനുഷ്യരുടെ തലയിലിരിക്കുന്ന ഒരു അറിവാണെന്ന് കരുതുന്നതിന്റെ കുഴപ്പമാണ്. ഈ മതം, മതത്തെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു വാക്യം എന്ന് വെച്ചാൽ, മതം ഒരു മിഥ്യാധാരണയായിരിക്കാം, ഇല്യൂഷനാണ് മതം. അദ്ദേഹം പറയുന്നത്, ഇഫ് യു വാണ്ട് ടു അവോയ്ഡ് ആൻ ഇല്യൂഷൻ അബൌട്ട് ആൻ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫെയർ, ഫസ്റ്റ് ഓഫ് ആൾ യു ഹാവ് ടു അവോയ്ഡ് ദ സ്റ്റേറ്റ് ഓഫ് അഫെയർ വിച്ച് ഡിമാൻഡ്സ് ആൻ ഇല്യൂഷൻ. ഒരവസ്ഥയെ കുറിച്ചുള്ള മിഥ്യാധാരണയാണ് മതം. ആ മിഥ്യാധാരണയെ ഒഴിവാക്കണമെന്ന് നിങ്ങൾ കരുതിയാൽ മിഥ്യാധാരണകൾ ആവശ്യമായി വരുന്ന അവസ്ഥയെ ഒഴിവാക്കണം. അതല്ലാതെ തർക്കിച്ച് മിഥ്യാധാരണ ഇല്ലാതാക്കാം, ലോകം പോലെ പൊക്കോട്ടെ എന്ന് കരുതുന്നത് ഒരു വ്യാജയുക്തിയാണ്. ഈ വ്യാജയുക്തിയോടാണ് ഒരു നിലയ്ക്ക് ഗാന്ധി അടയുന്നത്. നിങ്ങളുടെ മതം സംവാദ സന്നദ്ധമാകണം, തുറസുള്ളതാകണം, അപരോന്മുഖമാകണം, സ്വാംശീകരണ ശേഷിയുള്ളതാകണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗോയിങ് ബിയോണ്ട്, അത് അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകുന്നതും ആയിരിക്കണം എന്ന നിലയിൽ മതത്തിന്റെ ഭവപരമായ ഒരു പുനഃസംഘാടനം ഗാന്ധിയുടെ മതദർശനത്തിലുണ്ട്. അത് തിരിച്ചറിയാതെ ഗാന്ധി മതത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് പറഞ്ഞ സമീകരണങ്ങളൊക്കെ വാസ്തവത്തിൽ ആത്യന്തികമായിട്ട് അതിൻ്റെയൊക്കെ ഫലം
അത് ഹിന്ദുത്വത്തിൻ്റെയോ വർഗീയതയുടെയോ ഒരു ഉപകരണം പോലെയായി ഗാന്ധിയെ മാറ്റി തീർക്കുന്നതിലാണ് ജനം അവസാനിക്കുക എന്നത്. ഗാന്ധിയുടെ മതം തന്നെയാണ് ഗോഡ്സെയുടെ മതം എന്ന് പറഞ്ഞാൽ മെച്ചം ഗോഡ്സേക്കാണ് ഉറപ്പായിട്ടും. അപ്പോൾ അത് ആകാതെ നാം ഗാന്ധിയുടെ മതാവബോധത്തിൻ്റെ ഈ ഭിന്നതയെ, വ്യത്യസ്തതയെ കാണണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതരാഷ്ട്രം എന്ന ആശയത്തിനെതിരെ ഇന്ത്യ നൽകിയ എക്കാലത്തെയും വിലപിടിച്ച സംഭാവന സംശയരഹിതമായിട്ടും ഗാന്ധിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കാൾ വലിപ്പമുള്ള മരണവുമാണ്